ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് നമുക്ക് ഒരുമിച്ച് കർത്തൃപ്രാർത്ഥപീഠത്തില് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ദൈവമായ കർത്താവ് എന്ന അവസരത്തെ ഒരു പദവിയായും ഭാഗ്യമായും കാണുന്നു. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ തുറമാനമായിട്ട് ദൈവസത്തിലായിരിക്കും കർത്താവ് സഹായിക്കുന്നത് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിൽ പങ്കുചേർന്നിരിക്കുന്ന സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്ധിയില് തുടരാം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്തുനിന്ന് തുടരാം. നോഹയുടെ വെള്ളപ്പൊക്കം നമ്മൾ കണ്ടു. നോഹയുടെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം കണ്ടു. ഭൂമിയിലെ മനുഷ്യരുടെ പാപം വലുത് എന്നുള്ള ഒരു കാര്യം, മനുഷ്യന്റെ പാപം വലുതായപ്പോൾ എന്നും മനുഷ്യന്റെ പാപമാണ് ദൈവകോപം വരുത്തുക. അങ്ങനെ പാപം വലുതായപ്പോൾ ദൈവം തീരുമാനിച്ച് ഭൂമിയെ നശിപ്പിക്കുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ദൈവം എത്തുകയാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പ്രളയം തുടങ്ങിയാണ്. അങ്ങനെ പ്രളയം 1 വർഷത്തോളം നീണ്ടു നിന്ന ആ പ്രളയം, ആ പ്രളയത്തിനകത്ത് ആ പ്രളയത്തിനകത്ത് നമുക്ക് അറിയാം. അതിന് ശേഷം പെട്ടകം ഇങ്ങനെ അലയുകയാണ്. അലഞ്ഞും ഉലഞ്ഞും പെട്ടകം അവസാനം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്ന് കാണുകയാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ഉറപ്പിന്റെ എല്ലാ അലച്ചിലുകൾക്കും ഉലച്ചിലുകൾക്കും ഒടുവിൽ ദൈവം ഒരുക്കുന്ന ഓരോ അരാരാത്തുണ്ട്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ അലഞ്ഞെന്ന് വരാം. എല്ലാ ദാമ്പത്യത്തിനും ഒരു അലച്ചിലുണ്ട്, ഒരു ഇനിഷ്യൽ ഞാനതിനെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇഷ്ടപ്പെടുക ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. എവരി ഫാമിലി ഹാസ് എ ബ്രാക്കറ്റ് പീരീഡ്. എവരി ഫാമിലി ഹാസ് എ ബ്രാക്കറ്റ് പീരീഡ്. എല്ലാ കുടുംബത്തിനും ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ബ്രാക്കറ്റ് പീരീഡ് ഇല്ലാത്ത കുടുംബങ്ങൾ കുറവാണ്. പക്ഷെ ആ ബ്രാക്കറ്റ് പീരീഡിലാണ് ദൈവത്തോട് നമ്മൾ അടുക്കുക, നമ്മൾ പണിയപ്പെടുക. ചിലപ്പോൾ ജോലിയില്ലാത്ത കുറച്ച് വർഷങ്ങൾ കാണും, തെറ്റിദ്ധാരണകൾ 1 വർഷം കാണും, പരസ്പരം അകലുന്ന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വർഷങ്ങളൊക്കെ കാണും. അതൊക്കെ ഓരോ അലച്ചിലുകളാണ്, ഓരോ ഉളച്ചിലുകളാണ്. എനിക്കത് ഒരു വട്ടം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ കഥാനദാസൻ ബാബുചെറിയൻ ഭാഷ, അന്ന് ഞങ്ങൾ അത്രയും ബന്ധമൊന്നുമുള്ള സമയമല്ല, വളരെ സ്നേഹത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രിൻസ് നീ ഇങ്ങനെ ഓപ്പണായിട്ടൊന്നും പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു നീ ഇത് പറയണമെന്ന് പറഞ്ഞു. ഒരു കാരണമില്ലാത്ത ഒരു തെറ്റിദ്ധാരണയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അസംതൃപ്തിയുടെ ദുഷ്ടാത്മാവ് എന്നെ കയറിയ ഒരു സമയങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞു എന്തിനാണെന്ന് അറിയത്തില്ല, ഒരു കാര്യമില്ലാത്ത ഒരു അസംതൃപ്തിയുടെ ദുഷ്ടാത്മാവ്. ആ ഒരു ദുഷ്ടാത്മാവ് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ മീറ്റിംഗ് എന്തിനാണെന്ന് നമുക്ക്, പക്ഷെ ആ ഒരു അസ്വസ്ഥതയുടെ ലോകത്തോടൊക്കെ കടന്നുപോയ ഒരു 3-4 വർഷം എനിക്കുണ്ടായ ആ അസ്വസ്ഥതകളാണ് എന്നെ കുടുംബാരോഗ്യ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ കുടുംബ സെമിനാറൊക്കെ പഠിക്കാനായിട്ടൊക്കെ പോയത്. ഫാമിലിയിൽ മാസ്റ്റേഴ്സൊക്കെ ചെയ്തു. ഒരു കാര്യമില്ലാത്ത ഒരസ്വസ്ഥത. ആ അസ്വസ്ഥത എന്നെ കൊണ്ടെത്തിച്ച ഒരു തലമുണ്ട്. ഞാനൊരിക്കൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറിട്ടതാണ്. അന്നും ഞാൻ ശുശ്രൂഷകനാണ്. അത് പക്ഷേ ആരും തുറന്നു പറയത്തില്ല. അമ്മയ്ക്കൊരു ഡൗട്ട് തോന്നിട്ട് വന്ന കഥയെ മുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു അവിവേകം സംഭവിക്കാമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ദാമ്പത്യം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ദൈവം ഒരു സന്തുഷ്ടകരമായ ദാമ്പത്യം ഇതെന്നു. പക്ഷേ ഇൻ എവരി ഫാമിലി ലൈഫ് there is ഒരു പ്രളയം. പക്ഷെ ഈ പ്രളയമെല്ലാം കഴിഞ്ഞിട്ടാണ്, പെട്ടകത്തിൻ്റെ ഉലച്ചിലും അലച്ചിലും കഴിഞ്ഞിട്ടാണ് തമ്പുരാൻ കൊണ്ട് നീ അരാരാത്തി ഉറപ്പിക്കുക. പക്ഷെ അരാരാത്തിൽ എത്തപ്പെടുന്നതിന് മുമ്പ് അതിന് ഒരു ബ്രാക്കറ്റ് പീരീഡിൽ കടന്നു പോകേണ്ടി വരും. ഇവിടെ ആ സമയത്താണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് ഇടയാകുക. എവരി സിംഗിൾ ഫാമിലി, എവരി ഫാമിലി ഞാൻ കണ്ടിട്ടുള്ള ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ടുള്ള എത്രയോ കുടുംബങ്ങളുമായിട്ടുള്ള ആഴമേറിയ ബന്ധങ്ങൾ. പക്ഷെ ആ ബന്ധങ്ങളുടെ എല്ലാം ഒടുവിൽ ചെന്നെത്തുന്ന അരാരാത്ത് കുറയ്ക്കപ്പെട്ട ഒരനുഭവം. അപ്പോൾ അവിടേക്ക് നമ്മളെ എത്തുവാനായിട്ടുള്ള എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു നേഴ്സായിരുന്നു. ഇന്നത്തെ പ്രയാസങ്ങൾ നടുവിൽ സഹിക്കാൻ വയ്യാതെ എന്നെ വയറ്റിയിട്ടുണ്ട്. അമ്മ ഈ പ്രസവത്തിൻ്റെയൊക്കെ സമയത്ത് എടുക്കുന്ന ഒരു യൂട്രസ് ഓപ്പൺ ആക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ, അതായത് വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ആ സമയത്ത് കൊടുക്കുക. പക്ഷെ അതിൻ്റെ 3 നാളോ ആമ്പികൾ ഒന്നിച്ച് അമ്മ കുത്തിവെച്ചു കുഞ്ഞു പോകാൻ വേണ്ടി. പോയില്ല.
ഒന്ന് തുള്ളി പനിച്ചു. പിന്നെ പേടിയായിപ്പോയി, കുഞ്ഞ് ജനിക്കുമ്പോൾ കണ്ണ് കാണുമോ, മൂക്ക് കാണുമോ, അബ്നോർമൽ ആയിരിക്കുമോ, അങ്ങനെയുള്ള പേടി. പിന്നെ അതായിരുന്നു പ്രാർത്ഥന. ചത്തിലെന്ന് കണ്ടപ്പോൾ ദൈവമേ എൻ്റെ പാപം ക്ഷയിക്കണേ, അംഗവൈകല്യമില്ലാത്ത കുഞ്ഞിനെ തരണമേ. ജനിച്ചു വീണപ്പോൾ അമ്മ ആദ്യം നോക്കിയത് എല്ലാം അങ്ങോ വൈകല്യങ്ങളുണ്ടോ ഇല്ല എന്നാണ്. ഇല്ലെന്നൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ വെള്ളച്ചിലുകൾക്കൊക്കെ ഒടുവിലാണ് നമ്മൾ ചെന്നെത്തുക അരാരാത്തിന്. അരാരാത്തിന്റെ ഒരു ശ്രേഷ്ഠമായ ഒരു സമയത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുക. അങ്ങനെ ആ പെട്ടകം അരാരാത്തിൽ കൊണ്ടെത്തിച്ചു. അവിടുന്ന് അവര് ഇങ്ങനെ ഇനി പെട്ടകത്തിൽ നിന്ന് മലങ്കാക്കയെ പുറത്തു വിട്ടു. ഈ കാക്കയുടെ ഒരു പ്രത്യേകത ഉണ്ടോ, കാക്ക വന്നും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുക, വന്നും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു, വന്നും പോയും വന്നും കൊണ്ടിരുന്നു. 7-ാം വാക്യം, 8:7. പോയും വന്നുകൊണ്ടിരുന്നു. പിന്നെന്താ പെട്ടു, പോയും വന്നും കൊണ്ടിരുന്നു. എന്നാൽ പ്രാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രാവ് പോയി, പക്ഷെ പ്രാവിന് ഇരിക്കുവാൻ ഒരിടം കണ്ടെത്തി. അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കാക്കയും പ്രാവും തമ്മിലുള്ള വ്യത്യാസം. കാക്ക എന്ത് ചെയ്യും, വന്നും പോയിക്കൊണ്ടിരിക്കും, പിന്നെ കാണത്തില്ല ഒരു ദിവസം. ദൈവസഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളവരുണ്ട്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, പിന്നെ അവരെ ഒരിക്കൽ കാണാതാവും. അപ്പോൾ നമുക്ക് ഈ കാക്കയുടെ സ്വഭാവം ഉണ്ടാകുന്നു, വന്നും പോകുന്ന സ്വഭാവം. ഇടയ്ക്ക് ഒരാഴ്ച വരും, പിന്നെ 6 മാസത്തേക്ക് കാണത്തില്ല, പിന്നെ ഇടയ്ക്ക് വരും, പിന്നെ ഇടയ്ക്ക് കാണത്തില്ല. ഇവരെ നമുക്കൊന്ന് വിളിക്കാം കാക്കയുടെ സ്വഭാവം എന്ന് വിളിക്കാം. എന്നാൽ വേറെ കൂട്ടിലുണ്ട് പ്രാവ്. പ്രാവിന്റെ പ്രത്യേകത അത് പോയിട്ട് അതിന് ഇരിക്കാൻ ഇടമില്ല. എന്താ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ അശുദ്ധപ്പെട്ട ഭൂമിയിൽ പ്രാവിന് ഇരിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ഒരു പാട്ടുണ്ട്, ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല. ആ ഒരു പാട്ട്, അത് ഈ പ്രാവൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. അപ്പൊ പ്രാവിന് അങ്ങനെ ഇരിക്കാൻ നോക്കത്തില്ല. അങ്ങനെ ആ വെള്ളമൊക്കെ കുറഞ്ഞ് അവർ പുറത്തിറങ്ങി. 8:20 കണ്ടോ, അവരൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള മൃഗങ്ങളെ കൊണ്ട് യാഗം കഴിപ്പിച്ചു. ഈ കുടുംബം പെട്ടകത്തിന് പുറത്തിറങ്ങിയിട്ട് അവര് യാഗം കഴിക്കുകയാണ്. ശുദ്ധിയുള്ള മൃഗം. യാഗത്തിനൊരു വലിയ ശുദ്ധിയുണ്ട്. നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു വലിയ കാര്യം, ഒരു കുടുംബം പുറത്തിറങ്ങുമ്പോൾ അവർ ആദ്യം ചെയ്തത് യാഗം കഴിക്കുകയാണ്. യാഗം എന്ന് പറയുന്ന ഒരു വാക്കിന് എന്താണ്, സാക്രിഫൈസ് ആണ്. യാഗം ഈസ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. വാട്ട് യു മീൻ ബൈ സാക്രിഫൈസ്? Now people are not very rarely speaking about the sacrifice. ത്യാഗം, സാക്രിഫൈസ് ഇതാരും സംസാരിക്കാറില്ല. പക്ഷെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. ജീവിതം എന്ന് പറയുന്ന ഒരു ത്യാഗമാണ്. മിനിസ്ട്രി ഈസ് സാക്രിഫൈസ്, ഫാമിലി ഈസ് എ സാക്രിഫൈസ്, ക്രിസ്ത്യൻ ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ സാക്രിഫൈസ്. എല്ലാത്തിനും ഒരു സാക്രിഫൈസ് ആണ്. ഈ സാക്രിഫൈസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. സ്നേഹമാണ് ഒരു ത്യാഗം. ത്യാഗത്തിനാണ് ദൈവം പ്രസംഗിക്കുക. ത്യാഗം എന്താ? ത്യാഗം ശരിക്കും എന്താ? ഞാനില്ല, നിനക്ക് വേണ്ടി ഞാൻ മരിക്കുന്നതാണ് ത്യാഗം. യാഗം, മൃഗം മരിക്കുക, കൊല്ലപ്പെടുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പൊ എന്താണ് യാഗം? അവരിന് വേണ്ടി ചെയ്യപ്പെടുന്ന ത്യാഗമാണ് യാഗം. അവരിന് വേണ്ടി ചെയ്യപ്പെടുന്ന യാഗമാണ് ത്യാഗം. അത് വളരെ ഗൗരവമായിട്ടുള്ള, ഇന്ന് പൊതുവെ മനുഷ്യർ സംസാരിക്കാറില്ലാത്ത ഒരു കാര്യമാണ് ത്യാഗം എന്നൊക്കെ പറയും. ജീവിതമൊക്കെ ഇങ്ങനെ ത്യാഗം ചെയ്തു പോകുന്ന ഒത്തിരി പേരുണ്ട്. 10-15 വർഷമായിട്ടൊക്കെ കടന്നുപോയ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എത്രയോ പേരുണ്ട്. ത്യാഗമാണ്. ഒന്നും വേണ്ട, സൈമൺ ബ്രിട്ടോ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ആ ഒരു പ്രതീകമായിരുന്ന ജീവന്റെ ഒരു രക്തസാക്ഷി. അവരൊക്കെ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ ആരോ ചോദിച്ചു പോലും, നിങ്ങളുടെ ദാമ്പത്യ വശം എങ്ങനെയാണ്? അപ്പൊ അവർ വല്ലാതെ ആ സ്ത്രീ ശുഭിതയാകുന്നുണ്ട്. ദാമ്പത്യത്തിന് ഈ വശം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. യാഗമാണ്, ത്യാഗമാണ് യാഗം. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന യാഗം. ഇന്ന് മനുഷ്യരെല്ലാം അവനവന്റെ ലോകമാണ്. നമ്മൾ പൊതുവെ എന്നെ ഒരു മലയാളത്തിൽ പറഞ്ഞ ചോളപ്പെട്ട അവനവനിസം. പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് their self only. Nobody is concerned about others, other pain or other pleasure. All are concerned about themselves only. സ്വാർത്ഥതയുടെ ഒരു വലിയ ലോകത്തേക്ക് പോവുകയാണ്. ഈ സ്വാർത്ഥതയുടെ ലോകത്താണ് നമുക്ക് ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതാണ് യാഗം.
മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുക. അങ്ങനെ ത്യാഗമായി പോകുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ടെന്നറിയാം. ഒത്തിരി പേരുടെ പ്രിയരെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് വേണ്ടി ജീവിതത്തെ ത്യജിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. They sacrifice their life for others. അത് അസുഖം വന്ന അമ്മയെ കളയുന്നവരില്ലേ? അസുഖം വന്ന ജീവിത പങ്കാളിയെ കളയുന്നവരില്ലേ? മക്കളില്ലാത്ത ഉണ്ടാകത്തില്ലെന്ന് അറിഞ്ഞാൽ ഭാര്യയെ കളയുന്നവരില്ലേ? എന്തുകൊണ്ടാ? സാക്രിഫൈസ് ചെയ്യാനുള്ള കഴിവില്ല. എന്നാൽ എനിക്കറിയാവുന്നൊരു ഞാൻ അവരുടെ മീറ്റിംഗ് പ്രസംഗിച്ചു. ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള, എന്താ ഇപ്പൊ അങ്ങനെ റിട്ടയർഡ് എന്ന് പറയത്തില്ല, ഭിന്നശേഷിയുള്ള ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവർ തീരുമാനിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കാൻ പോവുകയാണ്. 150ഓളം വരുന്ന കുഞ്ഞുങ്ങളെ അവർ കെയർ ചെയ്യുകയാണ്. എന്താണ് അവർക്കുണ്ടായൊരു മുറിവ് മറ്റൊരാളുടെ അവരുടെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജീവിതത്തെ യാഗമാക്കി മാറ്റി. ജീവിതം ഒരു യാഗമാകണം. അതിനകത്താണ് ജീവൻ ഉണ്ടാകുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗമെടുക്കുക, മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുക. എനിക്കത് ഒത്തിരി പേരുടെ ലൈഫിൽ അങ്ങനെ ത്യാഗത്തിൻ്റെ ത്യജനം, അത് വെറുതെ ഒരു പൈവാക്കോ അരമണിക്കൂറോ അല്ല. ദിവസങ്ങളോളം മറ്റുള്ളവർക്ക് വേണ്ടി ആശുപത്രി കിടക്കെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഒരു ബന്ധമില്ല, നോക്കാനല്ലാത്തവർക്ക് വേണ്ടി സ്വയം പോയി നിൽക്കുന്നവർ, അവധിയെടുത്ത് നിൽക്കുന്നവർ. എന്താണ്? ത്യാഗം ചെയ്യുക. അതിനകത്തൊരു സന്തോഷമുണ്ട്. ഇവിടെ അവർ ശുദ്ധിയുള്ള യാഗം കഴിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ. നോവ built an altar to the Lord and took some of every clean animal and some of every clean bird and offered burnt offerings on the altar. He offered burnt offerings on the altar. യാഗമാകുകയാണ്. ജീവിതം യാഗമാകുക. ഇവരൊക്കെ ഇങ്ങനെ യാഗം ചെയ്യുമ്പോൾ ചിലപ്പോൾ സംഭവിച്ച ഒരു കാര്യം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ പൊതിഞ്ഞൊരു മഴവില് വരും. റെയിൻബോ. വാട്ട് ഇസ് റെയിൻബോ? ഇറ്റ്സ് എ ഗോഡ്സ് കമനന്റ്. എന്താണ്? ഐ വിൽ നോട്ട് ഡിസ്ട്രോയ് യു അഗൈൻ വിത്ത് ഫ്ലഡ്. അപ്പൊ നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ ത്യാഗം ചെയ്യുന്ന കുടുംബത്തെ പൊതിഞ്ഞൊരു മഴവില്ലുണ്ട്. ആ മഴവില്ല് പറയുന്നത് എന്താണ്? നിന്നെ ഞാൻ ഒരിക്കലും നശിപ്പിക്കത്തില്ല. ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ നശിപ്പിക്കാത്ത ഒരു മഴവില്ലുണ്ട്. നമ്മൾ ഈ യാഗം ചെയ്യുമ്പോൾ ആ ദൈവം തന്റെ ഉടമ്പടി ചെയ്യുക. നിന്റെ കൂടെ ഞാനുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും നശിപ്പിക്കത്തില്ല. അതുകൊണ്ടല്ലേ പാടുക, കാർമുകിലേറെ കരേറിയിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അടിലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജയെ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. കാണുന്നില്ലേ മഴവില്ല്? 1 വർഷം കഴിഞ്ഞു പ്രളയം വന്നിട്ട് ഇവർ പുറത്തിറങ്ങി. ആ പ്രളയാനന്തര ഭൂമി കൊള്ളാത്ത ഭൂമിയാണ്. പ്രളയാനന്തര ഭൂമി കൊള്ളത്തില്ല. അത് മുഴുവൻ ചത്തവരുടെ അവശിഷ്ടങ്ങളാ, അല്ലേ? എവിടാ കൊള്ളൂ? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 ദിവസത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ റാന്നി ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. നെറ്റിപ്പാറ ടൗണൊക്കെ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് വെള്ളം കുടിച്ച് കഴുകിക്കളയായിരുന്നു. നമുക്കൊന്നും സഞ്ചരിക്കാനൊക്കാത്ത പോലെ അത് അഴുക്കായിപ്പോയി. 10, 45, 50 ദിവസം കഴിഞ്ഞു കിണറുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. അടുപ്പി തീ പുകയാൻ. എന്തുകൊണ്ടാ? അത്ര 3 ദിവസത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ 3 ദിവസം വെള്ളം കിടന്നുള്ളൂ. ഇപ്പോഴും ഈ ഭിത്തിയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട പെയിന്റൊക്കെ ഇളകി വരിക. എത്ര വർഷം കഴിഞ്ഞു? അപ്പോൾ 1 വർഷം മുഴുവൻ പ്രളയം കിടന്ന ഭൂമി എന്തായിരിക്കും? ചവിട്ടാക്കൊള്ളൂ. എല്ലാം ചത്തളിഞ്ഞ് കിടക്കുകയല്ലേ. ആ ഭൂമിയിലോട്ടാണ് ഇവർ കാല് ചവിട്ടുക. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങൾ യാഗം ചെയ്യാൻ തീരുമാനിച്ചില്ലേ, മേലോട്ട് നോക്കണം. മേളിൽ നിങ്ങളെ പൊതിഞ്ഞൊരു മഴവില്ലുണ്ട്. താഴെ ഒന്നും കാണാനില്ല, പക്ഷെ മേളിൽ മഴവില്ലുണ്ട്. നമ്മൾ ഈ താഴത്തെ ഭൂമിയിലോട്ട് നോക്കിയാൽ ഒന്നും കാണുന്നില്ല പ്രിയരെ, ഇന്നും കാണത്തില്ല. നമ്മൾ ഈ താഴത്തെ ഭൂമിയിലോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല. കൊള്ളാത്തൊരു ഭൂമിയായിരുന്നു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഈ ഭൂമി മേലോട്ട് നോക്കിയേ, അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. കോവിഡാനന്തര ഭൂമി, പോസ്റ്റ് കോവിഡ് വേൾഡ് എന്തായിരിക്കും?
ഗ്ലോബൽ റിസഷൻ, ജോലി സാധ്യതകൾ കുറയുന്നു, ഒരു പ്രതീക്ഷയില്ല. പക്ഷെ പ്രതീക്ഷയില്ലാത്ത ലോകത്ത് മേലോട്ട് നോക്കിയാൽ നമുക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടോ. എത്ര പേർക്ക് ആ ഒരു മഴവില് കാണാൻ കഴിയുന്നുണ്ട്? മഴവില് കാണാൻ കഴിയുന്നുണ്ടോ? മഴവില് കണ്ട് ജീവിക്കണം. താഴെ നോക്കരുത്, ഒന്നും കാണാനില്ല. നോ ഹോപ്പ്, നോ ഹോപ്പ് അറ്റ് ഓൾ. എന്തൊക്കെ പ്രതീക്ഷിക്കാവുള്ളേ? കുഞ്ഞുങ്ങളുടെ സ്കൂളില്ല, ജോലിയില്ല, ബിസിനസ് ഇല്ല, വണ്ടി ഓടുന്നില്ല, കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല, ഗൾഫ് മേഖല ഓൾമോസ്റ്റ് സ്റ്റാഗ്നന്റ് ആകുന്നു. ഇനി ഇലക്ട്രിക് കാറുകളോടൊക്കെ വന്ന പെട്രോളും ഡീസലും ഇല്ലാതാവും. എന്ത് ചെയ്യും? പക്ഷെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ മേളിൽ നോക്കൂ, അവിടെ ഒരു മഴവില്ലുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പാടുക, നിന്നെ വിളിച്ചവൻ ഉമ്മയുള്ളവൻ കണ്ണിൻമണി പോലെ കാക്കും. അന്ത്യം വരെ വഴുതാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. കാർമുകിലേറെ കരേറിലും കാണുന്നില്ലേ മഴവില്ല അതിന്മേൽ. എന്നിട്ട് 9:20 ഇവർ പുറത്തിറങ്ങി. അടിതെറ്റിയ ആനയും വീഴും, ഈ വലിയ മനുഷ്യനും വീണു. അടിതെറ്റിയ ആനയും വീഴും. എന്താ കാര്യം? പെട്ടകത്തിൽ കൃഷി ചെയ്തു, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വീഞ്ഞുണ്ടാക്കി, ലഹരി പിടിച്ചു, കൂടാരത്തി വസ്ത്രം മാറിക്കിടും. ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കളെല്ലാം ശ്രദ്ധിക്കണേ. നോഹയ്ക്ക് എന്താ പറ്റിയത്? നോഹ നല്ല മനുഷ്യൻ, ആ തലമുറ നീതിമാൻ, നിഷ്കളങ്കൻ, ദൈവത്തോടൊപ്പം നടന്നവൻ. ഒരു പ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം രക്ഷിച്ച ഏക കുടുംബം, അതിന് കാരണവത്വം വഹിച്ച നോഹ. പക്ഷെ നോഹയ്ക്ക് ഇപ്പൊ എന്താ പറ്റി? ദൈവം പറഞ്ഞ് മുന്തിരി നടാൻ, മുന്തിരി നട്ടാൽ കുഴപ്പമില്ല, പക്ഷെ മുന്തിരി മാറ്റി വൈനുണ്ടാക്കാൻ ദൈവം പറഞ്ഞില്ല. വെള്ളം അടിച്ച് ലഹരി പിടിച്ചു. എന്താ പറ്റി? വസ്ത്രം മാറിക്കണം. കണ്ടോ? അപ്പൊ മദ്യപിച്ച് നമ്മളിപ്പം വിദേശത്തൊക്കെ പോകുന്നവരൊക്കെ പറയും അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമൊക്കെയാണ് മദ്യപാനം എന്നൊക്കെ പറയും. പക്ഷെ അവിടെയും കുടിക്കാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നമുക്ക് പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ചിന്ത. ബുദ്ധിമുട്ടുണ്ടായാലും സാരമില്ല, കാര്യങ്ങൾ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആദ്യം UK പോയി. അതിൻ്റെ ഓർമ്മ 2010 പക്ഷെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ഒന്നുകൂടെ പോയി, അങ്ങനെ പലവട്ടം പോയി. ഇപ്പോൾ ഇത്തിരി ദൈവം കൃപ ചെയ്ത് പല യാത്രകളും പോയി. ഒരു വട്ടം ജർമ്മനിലേക്ക് വരാനെത്തു. അപ്പോൾ ഞാൻ UK ചെന്നപ്പോൾ അന്ന് എൻ്റെ ഒരു ബന്ധു, എൻ്റെ ഒരു കസിനാണ്. ആദ്യത്തെ വട്ടം ചെന്നപ്പോൾ ഞാൻ വലിയ കാര്യത്തെ വരെ ഒന്ന് വിളിച്ചു കാണാനുള്ള ആവേശത്തോടെ. അദ്ദേഹം എന്നെ അങ്ങ് ഇഗ്നോർ ചെയ്തു, മൈൻഡ് പോലും ചെയ്തില്ല. എന്നാൽ പിന്നെ വിളിക്കാൻ കാര്യം അന്നത്തെ നമ്മൾ ഇച്ചിരി അറിയപ്പെടാൻ നമുക്ക് തുടങ്ങിക്കൊണ്ടായിരിക്കാം. ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ച് കാണും, നിന്റെ കൂട്ടുകാരൻ കസിൻ വന്നിട്ടില്ല എന്നൊക്കെ. ഏതായാലും അന്നേരം വലിയ സ്നേഹത്തോടെ വിളിച്ചു, നീ എൻ്റെ വീട്ടിൽ നിന്ന് വരണം. ഞാൻ ചെന്നു. അങ്ങനെ 2-3 അനുഭവങ്ങൾ എനിക്കുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇമ്പോർട്ടഡ് വൈനൊക്കെ ഇരിപ്പുണ്ട്, ഹോട്ടുണ്ട്, ഹോട്ട് പക്ഷേ നീ കുടിക്കണ്ട. പക്ഷേ ഇത് മറ്റേ അവിടെ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്, ചെറിയ പെർസെൻറ്റേജ് ആൽക്കഹോളേ ഉള്ളൂ. ഇവിടെ എല്ലാവരും അത് ഉപയോഗിക്കും, നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് മേടിച്ചാണ്, കുടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചോദിച്ചു, ഈ അടുപ്പിച്ച് നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ട് വയറ്റിലൊരു ചെറിയ അസ്വസ്ഥതയും ഇതങ്ങനെ കിടക്കുകയും ഉണ്ട്, ഇച്ചിരി വയലൊക്കെ കുടിച്ച് വയറൊക്കെ നോക്കിയാൽ കുഴപ്പമില്ലെന്നുള്ള ചിന്ത. പക്ഷെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത പോയത്, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ ആദ്യം വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല. അതിനു മുമ്പ് നമ്മളിങ്ങനെ മാക്കെന്ന് റാന്നിക്കൂടെ നടന്നപ്പോഴും മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ബന്ധക്കോസ് തന്നെ വിശ്വാസിയാ, അവര് എപ്പിസ്കോപ്പൽ പാരമ്പര്യത്തിലുള്ളവരാ, നമ്മളോടൊരു അകനിന്ദ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അവസ്ഥ മാറ്റിയോണ്ടല്ലേ നമ്മളെ UK ചെന്നുകൊണ്ടല്ലേ ഇവൻ വീഞ്ഞെടുത്ത് തന്നേ. ഞാൻ ഇതുവഴി നടക്കുകയാണെങ്കിൽ വാടാ ഇത്തിരി വീഞ്ഞ് നടക്കൊണ്ടെന്ന് പറയാം, ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ UK ചെന്നത് കൊണ്ടാണ് എനിക്ക് വീഞ്ഞ് അവരെടുത്ത് തന്നെ, അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് വൈനാണെന്നൊക്കെ പറഞ്ഞു തന്നെ. ഞാൻ UK ചെന്നില്ലായിരുന്നു ഇത് കിട്ടുമായിരുന്നോ? ഇല്ല. പക്ഷെ എൻ്റെ ഒരു സംശയം പെട്ടെന്ന് ചോദിച്ചു, നിന്നെ ഞാൻ UK കൊണ്ടുവന്നത് ഇത് കുടിക്കാൻ വേണ്ടിയാണോ? ആണോ? UK കൊണ്ടുപോയത് കുടിക്കാൻ വേണ്ടി. ഇതുവഴി കറങ്ങിയും തിരിഞ്ഞ് 5 പൈസയ്ക്ക് വകയില്ലാതെ നെട്ടോട്ട് ഓടിയ ഇവരാരെങ്കിലും വീഞ്ഞ് കൊണ്ടുത്തരും? ആരെങ്കിലും മൈൻഡ് ചെയ്യൂ? ആരെങ്കിലും വിളിക്കൂ? പറ.
അപ്പം നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ എവിടെ കൊണ്ടുപോയാലും സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കരുത്. നമ്മളെ ഏത് രാജ്യത്ത് പോയാലും എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവമാണെന്നൊരു അറിവ് വേണം. എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവം എത്ര ഉയർത്തിയാലും എൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഞാൻ വ്യതിചലിക്കത്തിന്നുള്ള തീരുമാനം ഉണ്ടാകണം. ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് എനിക്ക് ഉയരാൻ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഉയർച്ച എന്നെ അഹങ്കാരിയാക്കാമെങ്കിൽ എനിക്കിത് വേണ്ട. ഞാൻ ഇവിടെ കാണും വളരെ മര്യാദയ്ക്ക് ജീവിച്ചോളാം, ഇത് ചെല്ലണ്ടേ. ഞാൻ ഉയർന്നാൽ ഞാൻ അഹങ്കാരി ആകുമല്ലോ എന്ന് അങ്ങേക്കേ അറിയത്തുള്ളൂ. അങ്ങനെ അഹങ്കാരി ആകുമെന്ന് അങ്ങേക്ക് തോന്നിയാൽ എനിക്ക് ഉയർച്ച വേണ്ട കർത്താവേ. കാരണം നിത്യതയെ പോകാതിരിക്കുന്നതിനെക്കാട്ടിലും അഹങ്കാരിയാകുന്നതിനെക്കാട്ടിലും പാപം ചെയ്തതിനെക്കാട്ടിലും നല്ലതാണ് എവിടെങ്കിലും ഒതുങ്ങിക്കൂടി കഴിയുക. പക്ഷെ എന്താ പറ്റി? വീഞ്ഞു കുടിച്ചു. വീഞ്ഞു കുടിച്ചപ്പോൾ എന്താ പറ്റി? വസ്ത്രം മാറിക്കിടന്നു. അർത്ഥം എന്താ? മദ്യപാനം സകലവിധ ദോഷത്തിനും കാരണമാകും. വേണ്ടാത്ത രീതിയിൽ മക്കൾ കണ്ടു. അവിടെയാണ് അടുത്തൊരു പ്രശ്നം. ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട് ചിന്തിക്കണം. അപ്പൊ എന്തുണ്ടായി? വസ്ത്രം മാറിക്കിടന്നു. വസ്ത്രം മാറിക്കിടന്നപ്പോൾ കനാന്റെ പിതാവായ ഹാം, അങ്ങനെ എഴുതിയിരിക്കുക, കനാന്റെ and Ham the father of Canaan saw the nakedness of his father and told his two brothers outside. കനാന്റെ പിതാവായ ഹാം ഇത് കണ്ടിട്ട് പുറത്തു പോയിട്ട് എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർക്ക് എന്താ സംഭവിച്ചേ? അവർ പുറത്തു പോയി. കണ്ടോ, അവര് പുറത്തു പോയി. നമ്മൾ നോക്കി, ഇവരെന്തിനാ പുറത്തു പോയേ? ഇത് കണ്ടതുകൊണ്ട് നഗ്നതയെന്ന് പുറത്ത് പറഞ്ഞു. ആരോട്? സഹോദരന്മാരോട്. അപ്പൊ ഈ ഷേം ഹാം യാഫത്താണ്, ഹാമാണ് പറയുക. ഷേമും യാഫത്തും എന്ത് ചെയ്തു? ഷേമും യാഫത്തും ഒരു പുതപ്പെടുത്തിട്ട് വിമുഖരായി എന്ന് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തിരിഞ്ഞു ചെയ്തിട്ട് വസ്ത്രം പുറത്ത് പിടിച്ചോണ്ട് കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മറച്ചിട്ടു, കാണാതെ മറിച്ചിട്ടു. മറ്റൊരു പോയിട്ട് ഇത് പറഞ്ഞു. എന്താ സംഭവിച്ചേ? കനാൻ ശപിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഇവിടെ കനാന്റെ അർത്ഥം എന്താ പറ്റിയത്? അപ്പന്റെ നഗ്നത പുറത്തു പോയി പറഞ്ഞു. അതുകൊണ്ട് ആരും ശപിക്കപ്പെട്ടു? നഗ്നത, കനാൻ ശപിക്കപ്പെട്ടു. അപ്പം മറ്റവരെന്ത് ചെയ്തു? മറച്ചു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ? നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ നഗ്നത വെളിവാക്കരുത്. നമ്മളെ അത് ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ചെറുക്ക് വലിയ സന്തോഷമാണ് ആരെങ്കിലും അവിടെങ്കിലും മോശപ്പെട്ടെന്നോ വ്യഭിചാരം ചെയ്തെന്നോ അല്ലെ അവരത് ചെയ്യുന്നോ ഇത് ചെയ്യുന്നോ ഒക്കെ അറിഞ്ഞാൽ അത് 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ചെയ്തില്ല, അത് ചെയ്യുന്ന വലിയ പുണ്യപ്രവൃത്തി പോലെ ചെയ്യുന്നത്. നമ്മളാണ് ദൈവത്തെ സഹായിച്ച പോലെ ചെയ്യരുത്. ഒരു മനുഷ്യന്റെ കുറവ് ആരോടും പറയാതിരിക്കാൻ നോക്കുക. ഒരു സഭയുടെ ഒരു ദൈവദാസന്റെ കുറവ് ആരോടും പറയരുത്. പറഞ്ഞാൽ കണ്ടോ, മറ്റൊരു മറച്ചു, ഒരാള് അത് പുറത്തു പോയി പറഞ്ഞു, അവർ ശപിക്കപ്പെട്ടു. അപ്പൊ ഈ മറച്ച് ഇവരുടെ രണ്ടുപേരുടെ ലീനേജ് വന്ന വലിയൊരു മാറ്റമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. രണ്ടുപേരുടെ ലീനേജ് വലിയ മാറ്റങ്ങളുണ്ടായി. പൊന്നു പ്രിയപ്പെട്ടവരെ, ഷേം ഹാം യാഫത്ത്, യാഫത്തും ഷേമും മറച്ചു, ഹാം ഇത് വെളിവാക്കി. എൻ്റെ ഫാദർ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ലൈവായിട്ട് പല കാര്യങ്ങൾ പപ്പായും മമ്മിയും കൂടെ ഒക്കെ ആൾക്കാരെ വിളിച്ചിരുത്തി അവരെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പപ്പ എന്നോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് രക്ഷിച്ചത് പാപത്തിന് കൂട്ട് നിൽക്കുമോ വേദനയ്ക്ക് തുണ നിൽക്കുമൊന്നുമല്ല. അവരെ കവർ ചെയ്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി. അവർ നാളെ വിടുകരാവും. പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ദൈവസന്ധി ഞാൻ ഒരു കാര്യം കൂടെ പറയും, കർത്താവേ, എൻ്റെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവരെ കവർ ചെയ്യാൻ ഞാൻ ഒരു പുതപ്പൂടെ അങ്ങ് ഏൽപ്പിക്കുക. നമ്മൾ അവരെ മറയ്ക്കുമ്പോൾ ദൈവം നമ്മളെ മറയ്ക്കും. ഒരിക്കലും അവരുടെ കുറവുകൾ വെളിച്ചത്ത് വരുത്താൻ വേണ്ടി അല്ല. ചില വലിയൊരു പുണ്യപ്പെട്ട പദവി പോലെ ഇതൊക്കെ ചെയ്യുക. പലരുടെ കുറവുകൾ സോഷ്യൽ മീഡിയ ഇടുകയോ 10 പേരോട് പറയുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏതോ വലിയ പുണ്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നവരുണ്ട്. അല്ല പ്രിയരെ, നമ്മുടെ അപക്വതകളാണ് അങ്ങനെ ചെയ്യിപ്പിക്കുക. നമ്മളിപ്പോഴും തിരുത്തപ്പെടാൻ തയ്യാറാണ്. എല്ലാം ശരിയല്ല. അപ്പൊ എന്ത് ചെയ്തു? ക്ഷേമം യാഫത്തും പോയി മറച്ചു. ഇനി അതുകൊണ്ട് എന്തുണ്ടായി? വളരെ ഗൗരവപ്പെട്ടവർക്കണം. ഈ ഹാമിന്റെ പരമ്പരയിൽ ആരാ വന്നത്? നോക്കിക്കോ, അതിന്റെ 6-ാം വാക്യം, അതിന്റെ 10-6 ഹാമിന്റെ പുത്രന്മാർ കണ്ടോ? കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ, കൂശിന്റെ പുത്രന്മാർ. ഇനി ആ തലമുറയിലാണ് നിമ്രോദ്. കണ്ടോ? നിമ്രോദ്
9-ാം വാക്യം. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന പഴഞ്ചൊല്ലുണ്ടായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബൻ, ഏരക്, അക്കാർ, കൈനെ എന്നിവയായിരുന്നു. ജെനസിസ് ചാപ്റ്റർ 10 വേഴ്സ് 10 and 10. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ. കണ്ടോ? ആരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ ബുദ്ധിമുട്ടില്ലാത്ത ഓണാക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ ഐ എം നോട്ട് കമ്പലിങ് യു. ഇഫ് യു ക്യാൻ unmute your videos, please do it so that I can watch your faces, how you receive it. That may be a great help for me. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനീഷ് കുമാർ, ഗോഡ് ബ്ലസ് യു. അപ്പോ മറച്ച ഷേം യാഫത്ത് വെളിവാക്കിയ ഹാമിന്റെ പരമ്പരയിലാണ് ആര്? നിമ്രോദ്. നിമ്രോദിന്റെ രാജസ്ഥാനമായിരുന്നു ബാബേൽ. കണ്ടോ? ബാബേൽ. ഇനി ഈ ബാബേൽ 11-ാം അധ്യായം. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്തൊരു സംയുക്ത നാട് കൂട്ടുവരുന്നു. അവിടെയാണ് ഈ ബാബേൽ ടവർ പണി. ശ്രദ്ധിച്ചോ? ബാബേൽ ടവർ, അതാണ് ഈ ബാബേൽ. ഇനി ഇതൊരു വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് ബാബേൽ, ഈ ബാബേലിലാണ് ലോകത്ത് ആദ്യമായിട്ട് വിഗ്രഹാരാധന ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിമ്രോദിന്റെ ഭാര്യയുടെ പേര് സെമിറാമീസ് എന്നായിരുന്നു. ഈ സെമിറാമീസിന് ഒരു കുഞ്ഞുണ്ടായി, തമ്മൂസ്. അത് ചരിത്രമാണ്. തമ്മൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ തമ്മൂസ് മരിച്ചു. അപ്പോൾ തമ്മൂസ് ജീവിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ സെമിറാമീസ് എല്ലാവരെയും വിളിച്ചിരുത്തുകയും വ്രതമെടുപ്പിക്കുകയും അവസാനം ഉയർത്തു എന്ന് പറഞ്ഞ് കോഴിമുട്ട സമ്മാനിക്കുകയൊക്കെ ചെയ്തെന്നുള്ള ചരിത്രങ്ങളുണ്ട്. എനിവേ, ഈ സെമിറാമീസ് കുറച്ച് കഴിയുമ്പോൾ സ്വയം ആകാശരാജ്ഞിയായി ഉയർത്തപ്പെടുകയും പിന്നെ നിമ്രോദും സെമിറാമീസും തമ്മൂസും ഒക്കെ ഇരിക്കുന്ന രൂപാരാധനകളിലേക്ക് ലോകം മാറുകയൊക്കെ ചെയ്തെന്നാണ് വിശ്വസിക്കപ്പെട്ട ബാബിലോണിയ ദേവതന്മാരെ കുറിച്ച് നാം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാബയിലേക്ക് കൊണ്ടുപോയ ആരിന്നാണ്? ഹാമിന്നാണ്. അവിടെ എന്ത് കലങ്ങി? ഭാഷ കലങ്ങി. കണ്ടോ? ഭാഷ കലങ്ങി. ഈ ഭാഷ കലങ്ങിപ്പോയി. കലക്കത്തിന്റെ ഒരു ആത്മാവുണ്ട്. ഇനിയും ആ ബാബയിലാണ് പിന്നെ നമുക്കറിയാം ഇസ്രായേലിനെതിരെയുള്ള ആയുധം, ഒരു രാഷ്ട്രശക്തിയായിട്ട് മാറിയത്. അവർ ബാബേൽ പ്രവാസം, ബാബിലോണിയൻ എക്സൈൽ, ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. ഈ ബാബേൽ പ്രവാസമാണ് നമ്മൾ പിന്നെ ആത്മീയമായ ഒരു ബാബേൽ കാണുന്നത്. മഹദിയ ബാബേൽ, മ്ലേച്ഛതകളുടെ മാതാവ്. അത് ആത്മീയമായ ഒരു സങ്കല്പമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. ഇതിന്റെ എല്ലാം റൂട്ട് തപ്പിച്ചെന്നാൽ എവിടെ കാണും? ഈ നിമ്രോദി കാണും. പിന്നെ ഹാമിച്ചില്ല. എന്താ കാര്യം? അപ്പന്റെ നഗ്നത വെളിപ്പെടുത്തിയവിടെ ലീനേജിലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും കുറവ് പറയുന്നവരാകരുത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവദാസന്റെ കുറവ്, ദൈവമക്കളുടെ കുറവ് പുറത്തു പോയി പറയാനല്ല, വീട്ടിൽ ഡിസ്കസ് ചെയ്യാനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. നമുക്കതിന് സമയമില്ല. ഒരിക്കൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു സുഹൃത്തിങ്ങനെ ഹൃദയവാസിന്റെ കുറ്റം, അല്ലെ അവർ അങ്ങനെ ആയിരുന്നു, അവരുടെ ഫാമിലി ഇങ്ങനെയായിരുന്നു, അവർ അങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു പറഞ്ഞപ്പോൾ വളരെ കൂളായിട്ടൊരു ദൈവദാസൻ പറഞ്ഞു, എനിക്ക് അവരെക്കുറിച്ച്, അവരെ ദൈവരാജ്യത്തേക്ക് ചെയ്ത കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. I am least interested to hear another thing matters. To be very frank, with all respect, I'm just telling you, I'm least interested to hear it. എനിക്ക് അത് കേൾക്കാനായിട്ട് വലിയ താല്പര്യമില്ല. നമ്മുടെ നിലപാടായിരിക്കും. ഒരാൾ ദൈവരാജ്യത്തിൽ എന്തെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾക്കുക, അല്ലാതെ നമുക്ക് കേൾക്കണ്ട. നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. അറിയിച്ചിട്ടും നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ ഇവിടെ അപ്പന്റെ കുറവ് വെളിപ്പെടുത്തിയ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ തെറ്റിപ്പോയി, ഒരു പക്ഷേ അപ്പൻ കുടിയനായിരിക്കും. കുടിയനായ അപ്പൻ വയസ്സായി കിളിവായപ്പോൾ താൻ കുടിച്ച് നശിപ്പിച്ചില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും കുറവ് വെളിപ്പെടുത്തുന്ന മക്കളുണ്ട്. എന്നാൽ അങ്ങനെയും തകർന്നുപോയ അപ്പന്മാരെ ചേർത്ത് പിടിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, അല്ലേ? അപ്പൊ നോക്കൂ, ഇവിടെ എന്ത് പറ്റി? ഭാഷ കലങ്ങിപ്പോയി. എവിടെ? ഹാമിന്റെ. എന്നാലാണ് ഈ 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഷേമിന്റെ വംശപാരമ്പര്യത്തിൽ ഒരാൾ വരുന്നുണ്ട്, അബ്രഹാം. പേരകൻ കാണുന്നുണ്ടോ? ഷേമിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ 11 മുതൽ വാക്യങ്ങൾ ഷേമിന്റെ വംശപാരമ്പര്യമായത്.
ആ വംശപാരമ്പര്യത്തിൽ ആര് വന്നു? അബ്രഹാം വന്നു. ആ വംശപാരമ്പര്യത്തിലാണ് ആര് വന്നത്? അബ്രഹാം വന്നു. ആരുടെ? ശേമിന്റെ, മറയ്ക്കപ്പെട്ടവന്. അതാണ് പിന്നെ ഇസ്രായേൽ, പുതിയ നിയമ ഇസ്രായേൽ, യെരുശലേം, പിന്നെ പുതിയ നിയമത്തിലേക്ക് പോലും പുത്രനാമ യെരുശലേം, സ്വർഗീയ സിയോൻ, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, ആത്മീയവും അക്ഷരീയമായിട്ട്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മറയ്ക്കപ്പെട്ടവന്റെ തലമുറയിൽ എന്താണ് സംഭവിക്കുക? വെളിവാക്കിയവന്റെ ജീനിയോളജിയിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ നാളെ നമ്മുടെ മക്കൾക്ക്, നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകി വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരുടെയും കുറവുകൾ വെളിപ്പെടുത്താതിരിക്കുക. ഇവിടെ എല്ലാം നമ്മൾ പാഠങ്ങൾ പഠിക്കണം, നമുക്ക് വേണ്ടി ഇതെല്ലാം എഴുതിയിരിക്കുക. ആ തലമുറയിൽ ആര് വന്നു? ശേം. ശേമിന്റെ വംശത്തിൽ ആര് വന്നു? അബ്രഹാം. അങ്ങനെ അബ്രഹാം തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു. അതിലെ അവസാനിക്കുന്നത് തേരകിന്റെ മരണത്തോടുകൂടി. 12-ാം അധ്യായം അബ്രഹാമിന്റെ വംശപാരമ്പര്യമാണ്. ശ്രദ്ധിച്ചേക്കണം. 12-ാം അധ്യായം അബ്രഹാമിന്റെ വംശപാരമ്പര്യം. അബ്രഹാം എന്ത് ചെയ്തു? വളരെ സിമ്പിളായിട്ട് നോക്കുക. അബ്രഹാം ദൈവം വിളിച്ചിട്ട് പറയാണ്, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകണം. ഈ അബ്രഹാമിന്റെ ഒരു പ്രത്യേകത, അബ്രഹാം വിശ്വാസത്തിന്റെ ഒരു നായകനായിരുന്നു. എങ്ങോട്ടാ പോയത്? കാണിപ്പാനിക്കുന്ന ദേശം. ഇത് ഒരു ഭൂമിയുടെ ഗ്ലോബാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി മേടിച്ച ഒരു സംഭവം. ഈ ഗ്ലോബ് മുഴുവൻ നമുക്ക് തപ്പാം. നിങ്ങളുടെ കൂടിക്ക് ഗ്ലോബ് വല്ല ഉണ്ടെങ്കിൽ കാണിപ്പായിരിക്കും ദേശം എന്ന് പറഞ്ഞിട്ട് ഒരു ദേശത്ത് നമ്മൾ കണ്ടെത്താമോ? ഇതിനകത്ത് അമേരിക്ക ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്, ജർമ്മനി ഉണ്ട്, നിങ്ങളുടെ ഫ്രാങ്ക്ഫോർട്ടും അതൊക്കെ തപ്പിയെടുക്കാം നമുക്ക്. പക്ഷെ ഇവിടെ എങ്ങാനും കാണിപ്പായിരിക്കുന്ന ഒരു ദേശം തപ്പാവും? ഇങ്ങനെ ദേശമുണ്ടോ? ഇവിടെ തപ്പിയെടുക്കാം നിങ്ങൾക്ക് കാണിപ്പായിരിക്കുന്ന ദേശം. അപ്പൊ കാണിപ്പായിരിക്കുന്ന ദേശം എവിടാ? ഇന്നത്തുണ്ടോ അങ്ങനെ ദേശം? തപ്പിക്കും. ഇല്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് എവിടേക്ക് പോകണമെന്ന് അറിയാതെ, അതാണ് വിശ്വാസം. ദൈവം വിളിച്ചാറെ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ. അപ്പൊ നമ്മളിപ്പോ വിളിക്കപ്പെടുമ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് യാത്രയൊക്കെ യൂഷ്വലാണ്. പണ്ടൊരു ട്രെയിൻ കാണാം. ഞാൻ കേട്ടുകൊണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ ഈ അടുത്തൊക്കെ ഉണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കുറെ പിള്ളേർ 60 വയസ്സുള്ള ആൾക്കാർ പറഞ്ഞു 68 അന്ന് ഇവിടെ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഉള്ള ഒത്തിരി പേര്. അപ്പൊ അന്ന് സൺഡേ സ്കൂൾ പിള്ളേരല്ലേ നമ്മുടെ അപ്പച്ചൻ തിരുവല്ലായിക്ക് കൊണ്ടുപോയത്. ആലപ്പുഴയ്ക്ക് കണ്ട് ട്രെയിൻ കാണിക്കാൻ. അന്നത്തെ പിള്ളേർ ട്രെയിൻ കണ്ടിട്ടില്ല. അന്ന് ട്രെയിൻ കാണുന്നത് തിരുവല്ലായിൽ ആലപ്പുഴ വലിയ സംഭവമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫ്ലൈറ്റ് ഒരു വിഷയമല്ല. ചുമ്മാ അത് ഈയിടയ്ക്കാരണ്ട് പറഞ്ഞു കേട്ടു. നമുക്കൊരു ഇവിടുന്ന് റാന്നിക്കാർക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ കയറി കോഴിക്കോട് ഇറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് കപ്പലിൽ കയറി കൊച്ചി ഇറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന സംഭവം. അപ്പൊ കപ്പലിൽ കയറി ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാത്തവരെ കയറ്റാൻ വേണ്ടിയുള്ള ഓരോ സംഭവമാണ്. ആ കാലമൊന്നും അല്ല അന്നത്തെ കാലം. ഇനി കാണിപ്പായിരിക്കും ദേശം. അതെവിടാ? എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തുണ്ടത്തിൽ അവറാച്ചാനും ആറുന്നര ഒരു അച്ഛനും കൂടെ പുറപ്പെട്ടു പോലും. അപ്പം പുറപ്പെട്ടു പോയപ്പോൾ അവർ വീട്ടിലെഴുതി വെച്ചു, ഞങ്ങൾ തിരുവിതാംകൂർ വിടുന്നു. അന്ന് കേരളം 3 നിങ്ങൾക്കറിയാമോ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, തിരുവിതാംകൂർ. തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ കോട്ടയം കഴിഞ്ഞാൽ വരെ തിരുവിതാംകൂറേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചി, എറണാകുളം. അപ്പോൾ തിരുവിതാംകൂർ വിടുന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ കോട്ടയം കഴിഞ്ഞ് പോകുന്നു. ഇത് കേൾക്കുകയും അമ്മച്ചി ഫ്ലാറ്റായെന്നാ പറയുക. കാരണം കോട്ടയം വിട്ടു പോകുന്നു കേട്ടപ്പോൾ. പക്ഷേ ഈയിടയ്ക്ക് റാന്നിക്കാരെ കുറച്ച് പിള്ളേരെ ഞാൻ കുറച്ച് മുമ്പ് എറണാകുളത്ത് വെച്ച് കണ്ടു. എവിടെ പോവാടാ? ഓ ചുമ്മാ ദേവപുട്ടി പുട്ടടിക്കാൻ വന്നാ. ദിലീപിന്റെ ഒരു പുട്ടുകടയിൽ പുട്ട് തിന്നാൻ ഇവിടുന്ന് ബൈക്കിൽ പോയിരിക്കുക കുറെ എണ്ണം. ആ കാലമാണ് വെച്ചുകൊണ്ട് അന്നത്തെ കാലം മനസ്സിലാവും. ഊരിന് പുറത്ത് ആളെ അറിയത്തില്ല. സ്വന്തം ഒരു ഊരിന് പുറത്ത് മനുഷ്യനെ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അന്ന് അബ്രഹാമോട് പറഞ്ഞതേ, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ നീ കയറാത്ത വാഹനത്തെ എന്നെ കയറ്റുമെന്നൊന്നുമല്ല. നമ്മളൊരു സമയത്ത് കൊച്ചിലെ കേട്ടിട്ടുള്ളൊരു ദൂതാണ്, കയറാത്ത വാഹനത്തിൽ കയറുന്ന ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ജോർജ് കുട്ടി, അച്ഛനും അമ്മായി. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ അച്ഛനും അമ്മായി എന്നാണ് വിളിക്കുക. ഒത്തിരി വർഷം മുമ്പ് കൊച്ചിലെയാണ്.
അച്ഛനെയും അമ്മയും രാത്രി വീട്ടിൽ വന്നത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന, എല്ലാവരും കൂടി സ്നേഹ സൽക്കാരം ഒക്കെ ആയിട്ടിരുന്നു. രാത്രി 10-12 മണി വരെ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു. പിന്നെ തിരിച്ചു പോകണം. അപ്പൊ അന്ന് തിരിച്ചു പോകണമെങ്കിൽ വണ്ടിയൊന്നുമില്ല, ഇവരെ വിടണ്ടേ, നമുക്ക് വണ്ടി സ്കൂട്ടറൊക്കെ ഉള്ളൂ. സ്കൂട്ടർ പോലും ഉണ്ടോ എന്നൊരു സംശയം. അപ്പൊ ഇവരെ വിടാൻ ഞാൻ ഇട്ടിപ്പുറ സ്റ്റാൻഡിൽ ഉണ്ട്, സ്കൂട്ടറുണ്ട്. ഞാൻ ഇട്ടിപ്പുറ സ്റ്റാൻഡിൽ പോയി ഓട്ടോറിക്ഷ തപ്പിപ്പോൾ അവിടെ ഒന്നും ഓട്ടോറിക്ഷ ആയില്ല. മറ്റേ രാത്രി 1-2 ഒക്കെ അവിടെ കിടക്കുന്നു. ഓട്ടോറിക്ഷ ഒന്നും ഇല്ലാതെ ഞാൻ വന്നത്. പക്ഷെ ഇവരെ രാത്രി പോവുകയും വേണം. ഇനി എന്താ വഴി? ഒരു വഴിയില്ല. അപ്പൊ അവസാനം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കടക്കിലെ സൈച്ചാനെ ഞാൻ രാത്രി ചെന്ന് കടയ്ക്ക് ചെന്ന് വിളിച്ചു. സൈച്ചാൻ രാവിലെ വന്നിട്ട് അവിടെ ഒരു ലോറി എടുത്തിട്ട് വന്നു, കടക്കിലെ ലോറി എടുത്തു. ആ ലോറി എടുത്തുകൊണ്ട് രാത്രി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ അച്ഛനെയും അമ്മായും കൂടെ ഞങ്ങൾ ലോറിയെ കയറ്റി. ഈ അമ്മായി പ്രായമല്ല, അമ്മായി ഒരു തരത്തിലാണ് ലോറിയെ കയറ്റുക. വലിയ ഈ മസ്തായൊന്നുമല്ല, പണ്ടത്തെ ലോറിയെ വലിച്ചു കയറ്റിയപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു, ഇതാണ് അമ്മായി ദൂത് പറഞ്ഞത്, കയറാത്ത വാഹനത്തെ നിന്നെ ഞാൻ കയറ്റുവന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ എൻ്റെ പൊന്നു പ്രിയരെ, നമുക്ക് അങ്ങനത്തെ ഒക്കെ മഞ്ഞ് പെയ്യുന്ന നാടോ ഒന്നുമല്ല ഇവരോട് പറഞ്ഞത്. കാണാത്ത ഒരു ദേശത്തേക്ക് നീ പോകണം, എവിടേക്ക് പോകുന്നു എന്നറിയാം. ഇതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ദൈവം ഇന്നും അബ്രഹാമിന്റെ ദൈവം എന്നറിയപ്പെടുന്നത്. വില കൊടുത്തിറങ്ങുകയാണ്. ഇന്നും നമ്മൾ അറിയപ്പെടുന്ന ആളുടെ ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഇന്നും പറയാൻ കാര്യം എന്താ? ഈ ഫെയ്ത്തിന്റെ എടുത്തുചാട്ടമാണ്. ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് ഒന്നും കാണാതെ ഇറങ്ങുന്നതിന്റെ പേരാ ഫെയ്ത്ത്, വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങി, ഒന്നും കാണാതെ ഇറങ്ങി, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ ഇറങ്ങി. അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ പേർ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേരെന്താക്കും? വലുതാക്കും. ഇതെപ്പോഴും ഓർത്തോണം, പേര് ദൈവം വലുതാക്കും, അത് തെറ്റൊന്നുമല്ല. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മൾ പേര് വലുതാക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകണ്ട പേര് വലുതാക്കാൻ. പക്ഷെ ദൈവം എന്ത് ചെയ്യും? പേര് വലുതാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കുക. യു വിൽ ബി ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്. കണ്ടോ? യു വിൽ ബി എ ബ്ലെസ്സിങ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെടുന്ന അല്ല പ്രിയരെ, അനുഗ്രഹമായിരിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുക. എങ്ങനെ നമ്മൾ അനുഗ്രഹമാകും? നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എന്തിനു വേണ്ടി? ഇവിടെയാണ് ഈ പ്രോസ്പെക്റ്റ് തിയോളജിയുടെ ഒരു പ്രശ്നം. വലിയൊരു പ്രോസ്പെക്റ്റ് തിയോളജി എന്നൊക്കെ പറയുമ്പം അതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. എന്തിനാണ് ദൈവം നമ്മളെ പ്രോസ്പർ ആക്കുന്നത്? എന്തിനാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക? നമ്മൾ അനുഗ്രഹമാകാൻ വേണ്ടി. പാപമാണോ? അല്ല. അല്ലാതെ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ ലക്ഷണം ബെൻസ് മാറി അതിലും വലുതാകുന്നതോ, ഈ ക്ലാസ് മാറി ഇസഡ് ക്ലാസ്സിലേക്ക് പോകുന്നതോ, 2 നില വീട് മാറി 5 നില വീടാകുന്നതോ ഒന്നും അല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹമായിരിക്കുന്നതാണ്. നമ്മളിലൂടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന ലക്ഷണം. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. സ്വതന്ത്രം പറഞ്ഞ് യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഒരു അനുഗ്രഹമാകാൻ വേണ്ടിയുള്ള വിളിയാണ്. അപ്പോൾ അനുഗ്രഹമാകുകയും നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹമായിരിക്കും. 2, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇത് വളരെ ഗൗരവമായി ഉറക്കുക. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ? ഏറ്റവും വലിയ വഴി എല്ലാവരെയും അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ കർത്തദാസനെ അനുഗ്രഹിക്കണം. കർത്താവെ, പരസ്പരം കാണുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഭാര്യയെ അനുഗ്രഹിക്കണം. സൗകര്യ മോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളോട് പറയണം അനുഗ്രഹിക്കട്ടെ. ഈ സൂമൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി പരസ്പരം ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. നല്ലൊരു ഫോൺ വിളിച്ചാലും കർത്താവ് ദാസനെ അനുഗ്രഹമായിരിക്കട്ടെ. ഞാൻ മക്കളോടൊക്കെ പറയണം നിങ്ങൾ അനുഗ്രഹമായിരിക്കും, അനുഗ്രഹിക്കാം. ഗോഡ് ബ്ലെസ് യു എന്നൊന്നും പറയുന്ന വലിയ പാടാമെന്ന് ചോദിച്ചാൽ ഇച്ചിരി പാടാ. പറഞ്ഞു നോക്ക്, കണ്ണി നോക്കി. അയ്യെന്നെ അനുഗ്രഹിക്കുന്നൊക്കെ പറയാൻ വലിയ പാടാ കേട്ടോ, ഇച്ചിരി പാടാ. അത് പറയണം. എന്ത് പറയണം? അനുഗ്രഹിക്കുക എന്ന് പറയണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അത് അപ്പൊ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സിമ്പിൾ പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ നമ്മൾ ശപിക്കപ്പെടാൻ എന്താ വഴി? ചുമ്മാ മനുഷ്യൻ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ മതി, നമ്മൾ മുടിഞ്ഞു നോക്കോളും.
അവൻ മുടിയാൻ എന്തോ ചെയ്യണം? ഒന്നും വേണ്ട, 10 പേരും പ്രാഗിയാൽ മതി, കുഞ്ഞു പോട്ടെ. മലയാളിയൊക്കെ എപ്പോഴാ പോയാലും അങ്ങ് പ്രാഗം എടുക്കലാണ്. അതൊന്നും മറക്കത്തില്ല നമ്മുടെ ഭാഷയെന്ന്. എന്തെല്ലാം ഭാഷകളാ! ഉമ്മം കുരുത്തു പോവും, മുടിഞ്ഞു പോവും, നശിച്ചു പോവും, തൊലഞ്ഞു പോവും. പറയരുത്, പറഞ്ഞാൽ നമ്മൾ തൊലഞ്ഞു പോവും, നമ്മൾ നശിച്ചു പോവും. നശിക്കാതിരിക്കാനുള്ള വഴി എല്ലാവരും അനുഗ്രഹിക്കുക. എന്തൊരു സന്തോഷം എന്ന് പറയാം, എല്ലാവരും അനുഗ്രഹിക്കണം. നമ്മുടെ സമാജത്തിലുള്ള മക്കളെയൊക്കെ കാണുമ്പോൾ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഗോഡ് ബ്ലെസ് യു മക്കളെ എന്നൊക്കെ പറയണം. നമുക്ക് വല്ല അട്ടമുണ്ടോ, പോകാൻ വല്ല ചെലവുണ്ടോ? ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കുന്നവർ എന്നും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കണം, മടിയില്ലാതെ അനുഗ്രഹിക്കണം, വാ തുറന്ന് അനുഗ്രഹിക്കണം, വചനം പറഞ്ഞ് അനുഗ്രഹിക്കണം, നമ്മുടെ പ്രാർത്ഥനയെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അപ്പൊ അനുഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഫോണൊക്കെ വിളിച്ചു വെക്കും, പറയണം ഗോഡ് ബ്ലെസ് യു എന്ന് പറയണം. ആരൊക്കെങ്കിലും ഒരു ഇതൊക്കെ ചുമ്മാ അങ്ങ് പറയണമെന്നേ. ഇവിടെ ഒരു വണ്ടിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ടിപ്പ് കൊടുത്താൽ പോലും പറയണം ഹായ് ഗോഡ് ബ്ലെസ് യു ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാ അത് നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവിടെ മുഖവും നടക്കും. എന്തൊരു സന്തോഷമാണെന്നറിയാം. ഞാൻ എനിക്ക് കേൾക്കാനത് വന്നിട്ട് വരുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് പറയാൻ അറിയത്തില്ല. ഒരു ഡിസംബർ ചിലപ്പോൾ പറഞ്ഞു കാണാമായിരിക്കും. ഓക്കെ, എനിവേ പറഞ്ഞെങ്കിൽ സാരമില്ല, ഒത്തിരി അടുത്ത് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഡിസംബറിൻ്റെ ഒക്കെ സമയമാണ്. വണ്ടിക്കകത്ത് മോൻ കിടന്നുറപ്പുണ്ട്. അപ്പോൾ പോലീസ് വണ്ടി തടഞ്ഞു. രാത്രി ചെക്കിങ്ങാണ്. ഇവിടെയൊക്കെ പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണാം. അവരിങ്ങനെ എന്തോ ഇൻഫർമേഷനൊക്കെ കിട്ടി നിൽക്കുക ചെക്കിങ്ങിന്. അപ്പോൾ കുഞ്ഞ് പെട്ടെന്നാണോ അവൻ നോക്കിയപ്പോൾ പോലീസുകാരൻ. അവൻ പെട്ടെന്ന് ഗ്ലാസ് താത്തിട്ട് പറഞ്ഞു ഹായ് പോലീസ് അങ്കിൾ, മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഗോഡ് ബ്ലെസ് യു. അവർ പറഞ്ഞു കുഞ്ഞാ വണ്ടി പൊക്കളാൻ പറഞ്ഞു. സിമ്പിൾ ഒരു കാര്യമല്ലേ, നല്ല ഗോഡ് ബ്ലെസ് യു പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോയിട്ട് എത്ര രൂപയാ? 80 രൂപ. ഇല്ല, 60 ഉള്ളൂ. അവര് പറഞ്ഞു 80 തരത്തില്ല. എന്നാ ശരി, പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം. അവര് പറഞ്ഞു കയറിക്കോ, പോയേക്കാം. അവസാനം പറഞ്ഞ് രാവിലെ കെട്ടിയെഴുന്നള്ളി വന്നപ്പം തോന്നുന്നു ഗുണം പിടിച്ചാന്ന് പറഞ്ഞിട്ട് കയറ്റിയത് നീയൊക്കെ ഇത്ര ഇതായിപ്പോയല്ലോ എന്ന് പറയും. എന്നാൽ അവർ 100 രൂപ കൊടുത്തിട്ട് കുഞ്ഞാ ഗോഡ് ബ്ലെസ് യു മക്കളെ എന്ന് പറഞ്ഞ് അവർ 50 രൂപ തിരിച്ചു തരും. നല്ല ചിരിച്ചുകൊണ്ട് ഒരു 100 രൂപ കൊടുത്തിട്ട് മക്കളെ ഗോഡ് ബ്ലെസ് യു പറഞ്ഞ് അവർ 50 രൂപ തിരിച്ചു തരും. ഇവരെല്ലാം നല്ല മനുഷ്യരാ. ഹൃദയം നിറഞ്ഞ് പറയണം. എന്താ പറയണം? അനുഗ്രഹിക്കപ്പെടുന്നു പറയണം. അപ്പം പരസ്പരം അനുഗ്രഹിക്കണം. ഭാര്യ അനുഗ്രഹിക്കണം, ഭർത്താവിനെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണം, പേരൻസിനെ അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു എന്ന് പറയണം. സേ ഗോഡ് ബ്ലെസ് യു and try to learn that habit of blessing others instead of cursing others. We should not curse ourselves, we should not curse others, but we should cultivate that habit to bless others. Then we will be blessed. It's a very simple principle. If you would like to be blessed, what are you supposed to do? Bless your pastor. അതാണ് ദാസനെ ദൈവം അനുഗ്രഹിക്കേണ്ടത് വാതുറന്ന് പറയുക. ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങും. അനുഗ്രഹിക്കപ്പെടുന്നവൻ എന്നും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുന്നവൻ എന്നും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, നീ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ശപിക്കുന്നവരെയും അനുഗ്രഹിച്ചുകൊണ്ട്, ഏതോ പുതിയ നിമിത്തം പറയുന്നുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശപിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെടും. കണ്ടോ 12-ാം അധ്യായം. പക്ഷെ ഇവിടെ എന്തോ പറ്റി? അപ്പൊ നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. എന്നാൽ അവരങ്ങനെ പുറപ്പെട്ടു. 75 വയസ്സായി. അങ്ങനെ പുറപ്പെട്ടു പോയപ്പോൾ എന്താ പറ്റി? ദേശത്ത് ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോൾ ഇവരെന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് പോയി. അതാണ് 12-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ക്ഷാമം ഉണ്ടായപ്പോൾ മിസ്രൈമിലേക്ക് പോയി. ഈ മിസ്രൈമിൽ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. മിസ്രൈമിൽ തന്നെ കാണുമ്പോൾ ഇവളെന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സുന്ദരിയാണ് ഭാര്യ. അപ്പൊ ഇവള് ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇവരെന്തോ ചെയ്യും? പിടിച്ചോണ്ട് പോകും. ആരെ? ഭാര്യ. എന്നിട്ട് ഭർത്താവിനെ തല്ലിക്കൊല്ലും. നീളൊക്കെ പേടിച്ചു. അന്യരാജ്യമല്ലേ. അതുകൊണ്ട് എന്തോ പറ്റി? ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയിലൊക്കെ പറയും, കാറിലൊക്കെ ഭാര്യയുമായിട്ട് തന്നെ പോകരുത്, രാത്രിയിലൊക്കെ പറയണ വഴി NH-കൂടൊന്നുമല്ല. കാരണം പെട്ടെന്നൊക്കെ ബ്ലോക്ക് ചെയ്യുകയും പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന അപൂർവമായ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഭാര്യ എന്ന് പറയണ്ട, പെങ്ങളാന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇത് മിസ്രൈം ഇവളെ കണ്ടു. സുന്ദരിയായ സാറയെ മിസ്രൈമിയെ കണ്ടു. 15-ാം വാക്യം കണ്ടോ?
ബറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു, ബറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചത്. പ്രഭുക്കന്മാർ പ്രഭുക്കന്മാർ എവിടെ വെച്ചായിരിക്കും ബറവോന്റെ മുമ്പാകെ പ്രശംസിക്കുന്നത്? അപ്പൊ ബറവോൻ എന്തുണ്ട്? ബറവോയ്ക്ക് രാജസദസ്സുണ്ട്, മന്ത്രിസഭയാ. ഈ മന്ത്രിസഭയിൽ ആരുണ്ട്? അന്നത്തെ മന്ത്രിമാരാണ് പ്രഭുക്കന്മാർ. അങ്ങനെയല്ലേ? പ്രഭുക്കന്മാർ ബറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ കൂടി. എന്താണ് പ്രശ്നം? മന്ത്രിസഭ കൂടി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അടിയന്തര പ്രമേയം എന്താണ്? കോവിഡ് കൂടുന്നു, TPR റേറ്റ് കൂടുന്നു, 1ാം ഘട്ട വാക്സിൻ ഇനിയും കുറച്ച് പേർക്ക് കൂടെ എടുക്കണം, 2ാം ഘട്ട വാക്സിൻ എപ്പോൾ തുടങ്ങും, കുട്ടികൾക്ക് എപ്പോൾ എടുത്തു തുടങ്ങും. അപ്പൊ ഓരോരുത്തര് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ഇടയ്ക്ക് ഒരു പ്രഭു എഴുന്നേറ്റ് പ്രമേയം, സർ, അടിയന്തരമായൊരു കാര്യം എന്താണ്? അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നമ്മുടെ ദേശത്തൂടെ കാണുന്നു, എന്ത് ചെയ്യണം? ഇതാണ് നിയമസഭയുടെ പ്രശ്നം. അപ്പൊ ഇങ്ങനെ വിവരമില്ലാത്തവന്മാർ ഭരിക്കാൻ തുടങ്ങിയ ഈ നാടൊക്കെ മുടിഞ്ഞു പോത്തില്ലേ? സ്വന്തം മന്ത്രിസഭാ ബറവോന്റെ കൊട്ടാരത്തിൽ കൂടി ഇപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും ദാരിദ്ര്യവും കോവിഡും ജലക്ഷാമവും വൈദ്യുതി ക്ഷാമവും ഒക്കെ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട പ്രഭുസഭയില് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടത് സാറായെ കുറിച്ചാണ്. വിവരദോഷമില്ല, വിവരദോഷികൾ മന്ത്രിസഭയിൽ കയറി MLA ആയാൽ MP ആയാൽ മന്ത്രി ആയാൽ പറ്റുന്നൊരു അപകടമാണ് ഫറവോയ്ക്ക് പറ്റിയത്. ഫറവോയുടെ മുമ്പാകെ ഇവളുടെ സൗന്ദര്യം, ഫറവോ പറഞ്ഞു, ആരെവിടെ? മന്ത്രിസഭാ യോഗം ഇന്നത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു, അവളെ കൊണ്ടുപോവാ. ഫറവോയെ ആരെ കൊണ്ടുവന്നു? സാറായെ കൊണ്ടുവന്നു, വിവരദോഷിയായ ഫറവോ. അപ്പൊ കൊണ്ടുവന്നപ്പോൾ ആരെ പോയി? സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. അങ്ങനെ തന്നെ എഴുതിയിരിക്കുക, അരമനയിൽ പോകേണ്ടി വന്നു. പക്ഷെ അരമനയിൽ പോയപ്പോ എന്തോ വന്നു? അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. ഇതൊക്കെയാണ് ഈ മനുഷ്യരുടെ ഒക്കെ ഓരോ ബലഹീനതകൾ. എന്നിട്ടും ദൈവം അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളാണെങ്കിൽ അങ്ങനെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നു. സ്വന്തം പെങ്ങളാന്ന് പറഞ്ഞിട്ട് ബറവോ കൊണ്ടുപോവുകയും ചെയ്തു. ബറവോ കൊടുത്ത പൈസയും നന്മയും എല്ലാം മേടിച്ച് പോക്കറ്റിലിട്ട ഒരുത്തരാണ് അബ്രഹാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുക, എന്റെ വാക്കല്ല. എന്നിട്ട് നമ്മൾ പറയുന്ന അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിന്റെ കല്യാണത്തിനൊക്കെ തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുക. അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ഭാര്യയാണെന്ന് ചോദിച്ചാൽ പെങ്ങളാ കൊണ്ടുപോകാൻ പറയുന്ന അബ്രഹാമിനാൽ അങ്ങനെ അനുഗ്രഹം വേണം. എന്നിട്ട് ഈ കൊച്ചു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് എന്താണ്? ഇവിടെയാണ് നമ്മള് ദൈവത്തിന്റെ കണ്ണ് മനസ്സിലാക്കേണ്ടത്. അവരെ എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും? എന്നിട്ടും നന്മ ചെയ്തു. അത് അദ്ദേഹം അന്തസ്സായിട്ട് മേടിച്ചു. നന്മ ചെയ്തു. ആടുമാടുകളെയും ആൺകഴുതുകളെയും ദാസന്മാരെയും പെൺകഴുതുകളെയും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ അവരെയും കുടുംബത്തെയും ദണ്ഡിപ്പിച്ചു. കണ്ടോ? ദണ്ഡിപ്പിച്ചു. അതിനായി ദണ്ഡിപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ട്, മനസ്സിലാക്കണം. ഈ അപരന്റെ ഭാര്യ, അപരന്റെ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദണ്ഡനം മാറത്തില്ല. ഞാൻ ഈയിടയ്ക്ക് ഒരു വലിയ മനസ്സിലാക്കിയ ഒരു ശുശ്രൂഷ സത്യമുണ്ട്. ഒരു ഭാര്യ, ശ്രദ്ധിക്കണേ, ഒരു ഭാര്യ കല്യാണം കഴിച്ചൊരു ഭർത്താവ്, എനിക്കൊരു രോഗബാധിതനായ ചെറിയൊരു പ്രയാസം, ബ്ലഡ് കൗണ്ടറിലൊക്കെ ചെറിയ വ്യത്യാസം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള പാപങ്ങൾ വല്ലതും ഉണ്ടോ, അറിയാത്ത രഹസ്യ ബന്ധങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ലയോ, തുറന്നൊരു പുസ്തകം. അപ്പൊ ഞാൻ ചോദിച്ചു, മൊബൈലിൽ ആവശ്യമില്ലാത്ത ഫോട്ടോസോ അങ്ങനത്തെ വല്ലതും ഒക്കെ ഉണ്ടോ? അപ്പം പറഞ്ഞു അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്തു. അതോടുകൂടി ആ രോഗം കുറഞ്ഞു. എന്താ മനസ്സിലാക്കിയത്? അവരുടെ എന്തെങ്കിലും സ്ത്രീയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദണ്ഡനം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് അബീമേലെക്കിന്റെ ഒരു ചരിത്രമുണ്ട്, മുമ്പോട്ട് നമുക്ക് അറിയാം, ഗർഭം അടയ്ക്കപ്പെട്ടു. അപ്പൊ എപ്പോഴും ഓർക്കപ്പെടേണ്ട കാര്യം, വിവാഹത്തിന് പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനാവശ്യ ഇടപെടലോ അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അതെന്തുണ്ടാക്കും? ദണ്ഡനം ഉണ്ടാക്കും, ടോർച്ചറിങ്. ദൈവം ഇവിടെ എഴുതിക്കുന്ന വിത്ത് ഗ്രേറ്റ് പ്ലേഗ്സ് ബിക്കോസ് ഓഫ് സാറാണ്. പ്ലേഗ് പോലെയുള്ള മഹാവ്യാധി കൊണ്ട് ബാധിക്കപ്പെട്ടു. എന്താ കാര്യം? അവരെന്റെ ഭാര്യ കൊട്ടാരത്തിയിരിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഒരാവശ്യമില്ലാത്ത വാട്സപ്പ് മെസ്സേജോ വല്ല ഭാര്യമാരുമായിട്ടുള്ള ശൃംഗാരമോ ചാറ്റിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ ദണ്ഡനം ഉണ്ടാകും. വളരെ കൃത്യമാണ് വേദോത്സവം. സർവയുടെ കൊട്ടാരത്തിൽ സാറാ വന്നു, ദണ്ഡനം ഉണ്ടായി, പ്ലേഗ്. അതുകൊണ്ട് ഒരുത്തം പറഞ്ഞേക്കാം, അനാവശ്യമായി ചാറ്റിങ്ങും അതും ഇതൊക്കെ. സോ വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? വി ജസ്റ്റ് ചാറ്റഡ്, ദാറ്റ്സ് ഫൈൻ. വി ജസ്റ്റ് want to avoid our boring. When we get bored, we just got a chat. No, ദണ്ഡനം ഉണ്ടാവും.
വേദോസം പഠിപ്പിക്കുക. ഇതൊക്കെ പേടിയോടെ ഞാൻ പറയുക. അപ്പൊ നോക്കൂ, ദണ്ഡിക്കപ്പെട്ടു. എന്തുകൊണ്ട്? സാറായ നിമിത്തം. അബ്രഹാമിന്റെ അവകാശം സാറയുടെ കൊട്ടാരത്തിരിക്കുക. ശരിയാവും. അവിടെ ദണ്ഡിപ്പിക്കപ്പെട്ടു. അപ്പോ അബ്രഹാമിക്ക് മനസ്സിലായി, അപകടമായി. തിരിച്ചു കൊടുത്തു, ദണ്ഡനം മാറി. അങ്ങനെ സ്വന്തം ഭാര്യയെ പെങ്ങളെന്ന് പറഞ്ഞു. ചരിത്രം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇസഹാക്ക് ഇത് തന്നെ പറയുന്നുണ്ട്. ഹിസ്റ്ററി ക്യാൻ ബി റിപ്പീറ്റഡ്. അതുകൊണ്ട് അനാവശ്യ ഹിസ്റ്ററികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത്. ഇവിടെ നോക്കൂ, തിരിച്ചു കൊടുത്തു. 13-ാം അധ്യായം. വളരെ പേടിയോടെ ഞാനിത് പറയുക. കാരണം നമ്മൾ എന്തുമാത്രം സൂക്ഷിച്ച് ജീവിക്കണം, ഞാൻ ഉൾപ്പെടെ. ഞാൻ വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നോക്കൂ, 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ എന്നിട്ടും ദൈവം അബ്രഹാമിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാ? കണ്ടോ, ലോത്ത്. ഈ ലോത്ത് അവർ കണ്ട അതൊരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. 4-ാം വാക്യം, 5-ാം വാക്യം. അബ്രഹാമിനോട് വന്ന ലോത്തിന്റെ ആടുമണും കൂടാനുണ്ടായിരുന്നു. 6-ാം വാക്യം, അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാൻ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സിമ്പിൾ റീസൺ, അടിവരയിട്ട്. സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. സമ്പത്തുള്ളതാണോ പ്രശ്നം? ആണ്. ഞാനാണെന്ന് പറഞ്ഞാൽ സമ്പത്ത് വേണ്ടേ? വേണം. സമ്പത്താണോ പ്രശ്നം? ആണോ? സംശയം ഉണ്ടോ? സമ്പത്താണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാം. കാരണം ഇപ്പൊ ഡിവോഴ്സ് കൂടുന്നുണ്ട്. ഇഷ്ടം പോലെ പേര് വിവാഹമോചനം നേടുന്നുണ്ട്. ഞാൻ ഈ ഒരു പക്ഷേ ഞാൻ പറയുന്ന ഒരു ആകാരമാണെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കുക. ഇവിടെ ഇരിക്കുന്ന ആരെക്കാട്ടിലും കൂടുതൽ കുടുംബങ്ങളോട് ബന്ധം എനിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു എക്സാജറേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയോ കുടുംബങ്ങൾ ലളിതദാസൻ ഈ കൊച്ചായുസിൽ രാപാർത്തു. എത്രയോ കുടുംബങ്ങളിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു. എത്രയോ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ ഇന്നർ ലൈഫിലേക്ക്, അവിടെ ആന്തരിക ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ തുറന്നു പറഞ്ഞ എത്രയോ വീടുകൾ. അപ്പോൾ ഈ വിവാഹമോചനം എന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തി. എൻ്റെ പഠനത്തെ കൊണ്ടെത്തിച്ച ഒരു കൺക്ലൂഷനുണ്ട്. അത് ഞാൻ സഞ്ചരിച്ച നാടുകൾ, സഞ്ചരിച്ച വീടുകൾ, ഇടപെട്ട പ്രശ്നങ്ങൾ, അതെല്ലാം പഠിച്ചുകൊണ്ട് ഞാനൊരു ഒരു നിഗമനത്തിലെത്തി. 8-ാം ക്ലാസ്സിൽ തോറ്റ അച്ചായൻ 7-ാം ക്ലാസ്സിൽ തോറ്റ ചേച്ചിയെ കെട്ടി. അച്ചായൻ ടാപ്പിക്ക്, ചേച്ചിക്ക് പല വീടുകളിൽ കൂലിപ്പണിക്ക് പോകും. അവർ ഡിവോഴ്സ് ആയോ ഇല്ലയോ? അവർ ഡിവോഴ്സ് ആയില്ല. അവരിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി. ഇവിടെ കെട്ടി എഴുന്നള്ളി പിണങ്ങി അവിടെ വീട്ടിൽ പോയി നിന്നപ്പോ അവിടെ നാത്തൂനും കൂടെ ഒരു ദിവസം വഴക്കുണ്ടായി. നാത്തൂനും കൂടെ വഴക്കുണ്ടായപ്പോ ഇവള് പറഞ്ഞു, പോയി നിന്ന വെള്ളത്തെക്കാട്ടി നല്ല എന്നെ കെട്ടിയവന്റെ കഞ്ഞിവെള്ളം അടി എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് കെട്ടിയവന്റെ അടുത്ത് വന്നു. എന്നാൽ കെട്ടിയവൻ വന്നോട് പറഞ്ഞ് വന്നു കൊണ്ടുപോകാൻ. കെട്ടിയവൻ പറഞ്ഞ് തന്നെ പോയത് തന്നെ വേണം വരാൻ പറഞ്ഞു. ഇവിടെ ഒരു ദിവസം ചമ്മിക്ക് പോന്നു. ആ ചമ്മി വന്ന വഴിയില് ഒരു ഗുണമുണ്ടായി. ഒരു കൊച്ചു വയറ്റിലായി. അതിനിടയ്ക്ക് ഒന്നുകൂടെ പിണങ്ങി പോയിട്ട് ഇതുപോലെ തിരിച്ചു വന്നു. അപ്പൊ 2ാമത്തെ കൊച്ചുണ്ടായി. ഇപ്പോൾ പറയുന്നത് പിള്ളേരെ ഓർത്ത് ഞാൻ ഇളെ കളയുന്നില്ല. പിള്ളേർക്ക് വേണ്ടി ഇളയെ സഹിക്കുക. എങ്ങോട്ട് പോകാനാണ്? അതേസമയം ഭർത്താവ് M.Tech എഞ്ചിനീയർ, ഭാര്യ MS നേഴ്സ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഉണ്ടായത് വിദ്യാസമ്പന്ന ഇടയ്ക്കിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് കെട്ടി ഈ പാവം പിടിച്ച വേണ്ട ഒരു വക്കീലിനെടുക്ക ചെന്ന് വിവാഹമോചനം വേണമെന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു, ചേച്ചി ഞാൻ ഏറ്റു വിവാഹമോചനം, അവന്റെ ഇടപാട് തെറ്റിച്ച് അവനെ പോലീസിന് കയറ്റി 2 ഇടിയും കൊടുത്തേക്കാൻ പറഞ്ഞു. ശരി, എന്നാ പിന്നെ എല്ലാം വെച്ച് എല്ലാം കൊടുത്തു. ആദ്യത്തേക്കെടു 25,000 രൂപ. അവള് പറഞ്ഞ 500 രൂപ ഉണ്ട്. അയാൾ പറഞ്ഞു ഒക്കത്തില്ല, 25,000. എന്നാ തന്നെ വേണ്ടി അവളെ വെച്ചിട്ട് അണുങ്ങി പോന്നു. അവൾക്ക് കൊടുത്ത 25,000. അവിടെ ഇവിടെ 25,000. വക്കീലിന് ചോദിച്ച് കാശ് കൊടുക്കാനുള്ളവരെ ഫയൽ ചെയ്യത്തുള്ളൂ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താ പറ്റുന്നത്? കണ്ടോ, ഒന്നിച്ചു പാർക്കാൻ കഴിയാതെ വന്നു. എന്ത് കൂടിയപ്പോ? സമ്പത്ത് കൂടിയപ്പോ. സ്ത്രീകൾ വർക്ക് ചെയ്യണം, 100% സത്യം. പക്ഷെ ഞാൻ UK വെച്ച് എന്നോടൊരു മദാമ്മ അമ്മച്ചി പറഞ്ഞാണ്, ഞങ്ങളുടെ നാടില് നിങ്ങളുടെ നാട് പോലായിരുന്നു. എന്നോട് അതൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ പോയുള്ളൊരു അമ്മച്ചി പറഞ്ഞാണ്. ഹസ്ബൻഡ് ആയിരുന്നു ബ്രെഡ് വിന്നർ, വി വെയർ ഹൗസ് വൈഫ്. പല ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പൊക്കെ അമേരിക്കയിലൊക്കെ ഇല്ലേ. ഹസ്ബൻഡാണ് ബ്രെഡ് വിന്നർ, വൈഫ് ഹൗസ് വൈഫാണ്. അങ്ങനെയുള്ളത് ഇതൊക്കെ കുറവായിരുന്നു. പക്ഷെ പിന്നെന്തോട്ട് ഈ സമ്പത്ത് പ്രശ്നം ചെയ്യണം. എന്താ കാര്യം? ദൈവമേ, ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നവരെ,
ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നതിന് ദൈവത്തിന് നന്ദി പറയണം. എല്ലാവരും കരമുയർത്തി ദൈവത്തോടൊപ്പം. പൈസയുടെ പേരിൽ എന്തെങ്കിലും വഴക്ക് വീട്ടിലുണ്ടായി, ഭർത്താവിന്റെ വീട്ടിൽ കൊടുത്തു, ഭാര്യയുടെ വീട്ടിൽ കൊടുത്തു, അവിടെ ഇത്ര കൊടുത്തു, ഇവർക്ക് ഇത്ര കൊടുത്തു. അതായത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് പറയുക. ഭാര്യ വീട്ടുകാർ ഭയങ്കര കാശുകാരാ, ഇമ്മൻസിൽ റിച്ച്. ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇച്ചിരി ക്ഷീണ. അപ്പം ഭർത്താവ് ഒരു കുറച്ച് ഡോളറും അപ്പന്റെ വീട്ടിലോട്ട് അയച്ചപ്പോ ഇവള് പറയും എന്റെ അപ്പനും അയച്ചു കൊടുക്കണം. അയക്കിനി അയച്ചു കൊടുത്താൽ എവിടെ ഇടണമെന്ന് അറിയത്തില്ല, അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അവസാനം പൈസയുടെ പേരിൽ അപ്പനുമായിട്ട് മിണ്ടാതായി. മോന സമ്പത്ത് ഏതാണ്ട് നാട്ടിലെ ഏതാണ്ട് ഇച്ചിരി അനിയന് കൂടുതൽ കൊടുത്തതിന്റെ പേരിൽ അവിടുന്ന് മിണ്ടാതായി. ഞാനൊരു ദിവസം പ്രസംഗിച്ചു ആ സഭയിൽ. വിദേശത്താ, പാശ്ചാത്യ നാട്ടിലാ, എവിടാന്ന് ഞാൻ പറയുന്നില്ല. പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചപ്പം പറഞ്ഞു, നിന്റെ അപ്പനോടൊക്കെ നിന്റെ ഒരു $100 അപ്പൻ വേണ്ടിയിട്ടല്ലായിരിക്കാം, കൊതിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് കൊടുക്കാൻ നിനക്ക് കഴിയാത്ത നിനക്ക്, നീ എന്തോ ഡോക്ടറാണേലും എന്തോ എഞ്ചിനീയർ ആണെങ്കിലും നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഒരു വിലയില്ല. പച്ച മലയാളത്തിൽ എനിക്കങ്ങ് വാശി കയറിയാൽ ഞാൻ വല്ലതൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരുടെ അപ്പി പോയാൽ എടുക്കാൻ കൊള്ളത്തില്ല എന്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ പോലും വിലയില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിവരം കൂടാ. ഇത്രയൊക്കെ പറഞ്ഞപ്പം കൊണ്ടു. നിങ്ങൾക്കറിയോ, കൊണ്ടപ്പം ഞാൻ പോരാൻ നേരത്ത് പറഞ്ഞു, പാസ്റ്ററെ എന്റെ അപ്പനോട് ഞാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായി, പാസ്റ്റർ എന്നാ പോകുന്നത്. ഞാൻ പറഞ്ഞു മറ്റന്നാളെ ഞാൻ പോകും. ഒരു 5-6 അമേരിക്ക ഫോറിൻ ഷർട്ടും, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, ഷർട്ടും ഇച്ചിരി ഡോളറും കൂടെ എന്റെ തന്നിട്ട് പറഞ്ഞു അപ്പനെ വിളിച്ച് കൊടുക്കണം. പോയിട്ട് ഒത്തിരി നാളായി അപ്പനെ കൊടുത്തിട്ട്. നിങ്ങൾക്കറിയോ, ഞാനിത് അപ്പനെ വിളിച്ചു. അപ്പൻ അധികായനായ സുന്ദര കുബേരനായ ഒരു കോമള കുമാരൻ. ഞാൻ ഈ അപ്പനെ കാണാൻ വേണ്ടി പോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തിരക്കിട്ട് വരിക. അപ്പൊ അപ്പനോട് പറഞ്ഞു, ഞാൻ ഇന്നടത്ത് MC റോഡിൽ, നിങ്ങൾക്കറിയാം മെയിൻ സെൻട്രൽ റോഡ്, MC റോഡിൽ ഇന്നടത്തെങ്കിലും ഞാൻ വന്നിരിക്കാം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടും കൂടെ എളുപ്പം, അച്ഛൻ ഇവിടം വരെ വാ, ഞാൻ അങ്ങോട്ട് വരാം, ഞങ്ങൾ രണ്ടും കൂടെ ഒരു കോമൺ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം, എന്നിട്ട് എനിക്ക് തിരിച്ചു വരണം. ഞാൻ ഓടിച്ചെന്നിട്ട് ഈ ഷർട്ട് ഈ ഡോളറും കൂടെ മൂന്ന് കൊടുത്തപ്പോ നിങ്ങൾക്കറിയോ, ആ അപ്പൻ നടുറോടി മുട്ടുകുത്തി എൻ്റെ മുമ്പിൽ, നന്ദിയുണ്ട് പാസ്റ്ററെ, പാസ്റ്റർ മുഖാന്തരം എൻ്റെ മോൻ്റെ ഒരു ഷർട്ട് കിട്ടാൻ എനിക്കിടയായി. പൈസ വേണ്ടിയിട്ടല്ല, പക്ഷെ എൻ്റെ ഒരു കൊതിയായിരുന്നു. നടുറോഡിൽ ആ മനുഷ്യൻ മുട്ടുകുത്തി എൻ്റെ മുമ്പിൽ കൈകുപ്പി നന്ദി പറയുമ്പോൾ പൈസക്കൊക്കെ എന്തോ വിലയാ. ഇതാണ് പൈസ. അപ്പൊ നോക്കണം, സമ്പത്തിന്റെ പേര് വഴക്കുണ്ടാക്കി. സമ്പത്ത് ഉണ്ടായതുകൊണ്ട് ഒന്നിച്ചു പോകാനൊത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമ്പത്തിന്റെ പേര് വഴക്കുണ്ടാകരുത്. അവളുടെ പൈസ, ഇവന്റെ പൈസ, ആ പൈസ, ഈ പൈസ വഴക്കുണ്ടാക്കല്ലേ. തരുന്നതെല്ലാം കൂടെ കർത്താവിനെടുത്ത് വെച്ച് സ്തോത്രം ചെയ്യണം, നന്ദി പറയണം. ഒരൊറ്റ സംസാരം ഇടച്ച അവർക്ക് കൊടുത്തു, പരി വെട്ടി കൊടുത്തു, പത്താനെ വെട്ടി കൊടുത്തു. എന്റെ പൈസ, നിന്റെ പൈസ, നോ, എല്ലാം ദൈവത്തിൻ്റെതാ. ആരോഗ്യമില്ലായിരുന്നു എന്ത് ചെയ്തനെ? ജോലി കിട്ടിയില്ലായിരുന്നു എന്ത് ചെയ്തനെ? കൈ തളർന്നു പോയ എന്ത് ചെയ്തനെ? കടന്നു പോയ എന്ത് ചെയ്തനെ? തമ്പുരാൻ തരുന്ന എല്ലാം സ്തോത്രം ചെയ്യുക. പിറുപിറുക്കരുത്, വഴക്കുണ്ടാക്കരുത്. കണ്ടു. ഇനിയും മുമ്പോട്ട് പോട്ടെ. 11-ാം അധ്യായം ഒന്നിച്ചു പോക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഈ അബ്രഹാം ഒരു സ്റ്റെപ്പ് എടുത്തു വഴക്കിൻ്റെ. അതാണ് അബ്രഹാമിനെ വ്യത്യസ്തനാക്കുന്നത്. എന്താണ്? അബ്രഹാമിന്റെ കന്നുകാലികൾക്ക് കന്നുകാലികൾക്ക് തമ്മിൽ പ്രശ്നം, ഇവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായി, ഇടയന്മാർ തമ്മിൽ, ലോകത്തിന്റെ അബ്രഹാമിന്റെ. അപ്പൊ അബ്രഹാം പറഞ്ഞു, നമ്മുടെ ഇടയന്മാർ തമ്മിൽ പിണക്കുണ്ടാക്കി, അതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അബ്രഹാം ലോകത്തിനോട് 13:8, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയക്കും തമ്മിൽ പിണക്കമുണ്ടാകാതെ നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, എന്നെ വിട്ടുപിരിഞ്ഞ നീ ഇടത്തോട്ടെങ്കിൽ വലത്തോട്ട്, ഞാൻ വലത്തോട്ടെങ്കിൽ ഇടത്തോട്ട് പോയിക്കൊള്ളാം. കാരണം അവിടെ എന്തുണ്ട്? കനാന്യനും പരിസരവും ഉണ്ട്. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ കനാന്യനും പരിസരം ഇത് കേൾക്കും. അപ്പൊ നമ്മുടെ ഒരു സംഭാഷണവും മറ്റുള്ളവരെ പുറത്ത് കേൾക്കുമെന്ന്, അത് ദൈവനാമം ദുഷിക്കുമെന്ന്. അതുകൊണ്ട് അബ്രഹാം തീരുമാനിച്ചു, നീ ഇഷ്ടമുള്ള എടുത്തോ, കാരണം കനാന്യനും പരിസരവും ഇവിടെ ഉണ്ട്, അവരിത് അറിയാൻ പാടില്ല. ആ ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നീരോട്ടമുള്ളതെല്ലാം ലോത്ത് കൊണ്ടുപോയി അബ്രഹാം വീണ്ടും ദരിദ്രനായി. പക്ഷെ അന്ന് രാത്രി അബ്രഹാമിനോട് ദൈവം വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ ഞാൻ പുറത്തു കൊണ്ടിട്ട് പറഞ്ഞു, ആ ഭൂമിയിലെ പൊടിയെ എണ്ണാമെങ്കിൽ നീ എണ്ണിക്കൂ, കണ്ടോ, എണ്ണിക്കൂ, നിന്നെ ഞാൻ ഭൂമിയിലെ, നിന്റെ സന്തതി ഞാൻ ഭൂമിയിലെ പൊടി പോലാക്കും. എന്താ കാര്യം? സമ്പത്തിന്റെ മേഖലയിൽ ഒരു വഴക്കുണ്ടായപ്പോ അബ്രഹാം പറഞ്ഞു, ഒരു സ്റ്റെപ്പ് എടുത്തു. എന്താണ്? ഞാൻ വഴക്കിനില്ല,
നീ എടുത്തു. കാരണം ആരുണ്ട്? കനാനിലും പെരിസിലും ഉണ്ട്. എപ്പോഴും ഓർത്തോണം, ദൈവനാമം ദൂഷിക്കുന്ന ഒന്നും ഉണ്ടാകരുത്, മറ്റുള്ളവർ കേൾക്കരുത്. അതായിരുന്നു അബ്രഹാമിന്റെ തീരുമാനം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്നും ദൈവം അറിയപ്പെടുന്നു. ആരുടെ പേരിൽ? അബ്രഹാമിന്റെ പേരിൽ. വഴക്കുണ്ടാക്കേണ്ട ഒരു സാഹചര്യത്തിൽ ദൈവനാമം ദൂഷിക്കപ്പെടാതെ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഒരു പിതാവിന്റെ ദൈവമായി ദൈവം അറിയപ്പെടുക. സമ്പത്തിന്റെ പേര് വഴക്കുണ്ടാക്കുവോ? ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പേര്, നമ്മുടെ പേര് ദൈവം അറിയപ്പെടത്തില്ല. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവോ? നാളെ സമ്പത്ത് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തിന്റെ പേര് വഴക്കുണ്ടാക്കരുത്. വഴക്കിന്റെ മേഖലയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ നമ്മുടെ പേര് നമ്മൾ ദൈവത്തിന്റെ, ആ ദൈവം നമ്മുടെ പേരിൽ അറിയപ്പെടും. വാശിയും വൈരാഗ്യവും ഒക്കെ കളിച്ചാൽ നാളെ നമ്മുടെ പേര് ദൈവം അറിയപ്പെടത്തില്ല. നമ്മുടെ ദൈവം എന്ന് പറയാൻ ദൈവം ലജ്ജിക്കും. പാടില്ല. നമ്മുടെ പേര് ദൈവം എന്ന് ദൈവം നമ്മുടെ പേരിൽ അറിയപ്പെടണം. ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കൊരു വാഗ്ദത്തം ഇരിക്കട്ടെ. എന്താണ്? നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലാക്കും. അപ്പൊ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വഴക്കിന് ഉണ്ടാക്കാത്ത മനുഷ്യൻ, വിട്ടുവീഴ്ചയ്ക്ക് മാറി നിൽക്കുന്ന മനുഷ്യനെ തേടി വാഗ്ദത്തം ഒഴുകി വരും. നമ്മുടെ ചിലടത്ത് ഇങ്ങനെ തോറ്റു കൊടുക്കുമ്പോൾ നമ്മൾ മണ്ടരാകുമെന്നല്ല കേട്ടോ. തോറ്റു മാറി നിൽക്കുമ്പോ തമ്പുരാൻ പറയും, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, പ്രോമിസ്, നിന്റെ സന്തതിക്ക് ഒരു വാഗ്ദത്തം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു അറിയാവുന്ന ഒരു അച്ചായൻ, ഞങ്ങളുടെ സഭയിൽ ഔദ്യോഗികമായ ഒരു അച്ചായൻ. ആ അച്ചായന് ഇന്നത്തെ കാലത്ത് വസ്തുവില്ല. അദ്ദേഹം വിശ്വാസി വന്നു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അവർക്ക് കുടുംബ സ്വത്തായിട്ട് കിടന്ന ഒരു സ്ഥലം പുള്ളിക്ക് വേണ്ടി അപ്പൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ പുള്ളി ഇല്ലായ്മയുടെ നടുവിൽ പശുവിനെ വളർത്തി അവിടെ റബ്ബർ വെച്ചു. ആ റബ്ബർ ഇങ്ങനെ വളർന്ന് കാണാൻ റബ്ബർ വളർന്നു. റാന്നിക്കാർക്ക് റബ്ബർ എന്ന് പറഞ്ഞ ഒരു സമയത്ത് വലിയ മക്കളെ പോലെ അവർ വളർത്തിയത്. പിന്നാണ് റബ്ബറിന് വിലയൊക്കെ കുറഞ്ഞത്. അങ്ങനെ കുറേ റബ്ബർ വളർന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, റബ്ബർ വെട്ടിയാൽ പുള്ളി ദാരിദ്ര്യം മാറും. ആ റബ്ബർ മാർക്കിടാൻ നേരത്ത്, വെട്ടാറായ നേരത്ത് തൻ്റെ അപ്പൻ്റെ ഇത് സ്വന്തം അനിയൻ ഇത് പിടിച്ചു പറിച്ചു. അദ്ദേഹം വലിയൊരു റൗഡിയായിരുന്നു ഈ മനുഷ്യൻ, രക്ഷിക്കപ്പെട്ടതാണ്. അദ്ദേഹം കുടിച്ചു നടക്കുന്ന എൻ്റെ കുഞ്ഞു ഓർമ്മയിലുണ്ട്. അങ്ങനെ അനിയൻ അപ്പനെയും കൊണ്ട് ഇത് തൻ്റെ പേരിലാക്കി. എനിക്ക് എൻ്റെ കുഞ്ഞു ഓർമ്മയിലുള്ള കാര്യമുണ്ട്, ഒരു ഭ്രാന്തനെ പോലെ ഈ പിതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അയാളെ വിറക്കിയാണ്, അയാളെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. കാരണം അയാൾ മുഴുവൻ 7-8 വർഷം അധ്വാനിച്ചത് മുഴുവൻ പോയി. അപ്പൊ എൻ്റെ അപ്പ പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും വെക്കാത്ത, പറക്കാൻ പറ്റാത്ത പിള്ളേർ, പ്രതീക്ഷകളെല്ലാം പോയി. ഇതെങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു, സാരമില്ല ചായ, എനിക്ക് നമ്മുടെ മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, അപ്പന് മാനസികമായി സുഖമില്ലെന്നും അതുകൊണ്ട് മാനസികമായി സുഖമില്ലാത്ത അപ്പനെ വഞ്ചിച്ചെടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കാം. ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 2, പണ്ടത്തെ ഈ അച്ചാൻ്റെ ഒരു ശൈലിയുണ്ട്. അതുപോലെ പോയിട്ട് ഒരു 100 പൊടിയടിക്കുക, ഒരു പിച്ചാത്തി 2 എണ്ണം അരയത്തിരുക, നേരെ പോയിട്ട് ആ മുറ്റത്ത് ചെന്നിട്ട് ഒരു ഡ്രാമ കളിക്കുക, കുത്തി കീറിക്കളെന്ന് പറയുക, അപ്പ തിരിച്ചെഴുത്തരും. ഓപ്ഷൻ നമ്പർ 2. ഓപ്ഷൻ നമ്പർ 3, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കുക. ഏത് വേണമെന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞു. പുള്ളി കുറെ നേരം നോക്കിയിട്ട് പറഞ്ഞു, ഓപ്ഷൻ നമ്പർ 3 മതി എന്ന് പറഞ്ഞു. തിരിച്ചുപോയി. റബ്ബർ പോയെങ്കിലും ഇന്ന് ആ ദേശത്ത് അവരുടെ മക്കൾ പണിതിരിക്കുന്ന വീടും സ്ഥലവും കാണുമ്പം പറയും, 3ാമത്തെ ഓപ്ഷനായിരുന്നു ശരിയെന്ന്. 3ാമത്തെ ഓപ്ഷനായിരുന്നു. സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കണം. അതിന്റെ പേര് വഴക്കുണ്ടാക്കരുത്. കാരണം കനാന്യരും പെരിസരും ഉണ്ട്. കണ്ടോ, കനാന്യരും പെരിസരും ഉണ്ട്. 13ാം വാക്ക്. അപ്പോൾ 14ാം അധ്യായം, 13ാം അധ്യായം. അപ്പം ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെ വർദ്ധിപ്പിക്കും. 14ാം അധ്യായത്തിൽ ലോത്തിനെ പിടിച്ചോണ്ട് പോവുകയാണ്. നമുക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് നിർത്താം. പിടിച്ചോണ്ട് പോകുന്നു ലോത്തിനെ പിടിച്ചോണ്ട് പോയി. ആര്? രാജാക്കന്മാരെല്ലാം കൂടെ. അപ്പൊ അബ്രഹാം എന്ത് ചെയ്തു? ഇതുകൊണ്ടൊക്കെയാണ് ഈ അബ്രഹാമിന്റെ ദൈവം എന്നറിയപ്പെടുക. ചുമ്മാതല്ല. സ്വന്തം ഭാര്യയെ പെങ്ങളെന്ന് പറഞ്ഞ അബ്രഹാമിനെ ഇന്നും ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുക? ഈ ക്വാളിറ്റീസ് ആണ്. ദൈവം നോക്കുന്ന എന്തുകൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിക്കാൻ. അപ്പം 14ാം അധ്യായത്തിൽ പോയി ഈ ലോത്തിനെ പിടിച്ചോണ്ട് പോയി. ലോത്തിനെ പിടിച്ചോണ്ട് പോയപ്പോ ദൈവം അബ്രഹാമിനെ പുറകെ പോയി. അബ്രഹാം ആ പുറകെ പോയിട്ട് ലോത്തിനെ കൂട്ടരെ രക്ഷിച്ചുകൊണ്ട് വന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? മൽക്കീസദേക്ക് അബ്രഹാമിനെ എതിരേറ്റ് വന്നു. ചാലേൻ രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായി എതിരേറ്റ് വന്നപ്പോ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം സകലത്തിനും മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. ഈ മൽക്കീസദേക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുള്ള പുരോഹിതൻ.
അപ്പൊ അബ്രഹാം മൽക്കീസേദെക്കിന് എന്ത് കൊടുത്തു? സകലത്തിലും ദശാംശം കൊടുത്തു. എല്ലാവരും ഒന്ന് വാക്കെന്ന് പറഞ്ഞ്, സകലത്തിലും ദശാംശം കൊടുത്തു. ഒന്ന് അടിവരായിട്ട് പറഞ്ഞ്, സകലത്തിലും ദശാംശം കൊടുത്തു. 14-ാം അധ്യായം അബ്രഹാം മൽക്കീസേദെക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു. എന്റെ വാക്കണം അല്ല. ആൻഡ് അബ്രഹാം ഗേവ് ഹിം എ tenth of everything. സകലത്തിലും ദശാംശം കൊടുത്തു. ഗേവ് ടൈത്ത്. എല്ലാത്തിലും ദശാംശം കൊടുത്തു. ഗുണം വല്ലതും ഉണ്ടായോ? വായിച്ചു 24:1. ഉൽപ്പത്തി 24:1 നോക്കി. അബ്രഹാം വയസ്സി എന്ന് വൃദ്ധനായി. ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? സകലത്തിലും അനുഗ്രഹിച്ചു. കണ്ടോ? നിങ്ങൾ കണ്ടോ? ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പോൾ സകലത്തിലും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സകലത്തിലും ദശാംശം കൊടുക്കണോ? ഞാൻ പറഞ്ഞ വാക്കാണോ? ദൈവത്തിന് സകലത്തിലും ദശാംശം കൊടുത്ത അതൊരു വലിയ കൾച്ചറാണ്. സകലത്തിലും ദശാംശം കൊടുത്ത സകലത്തിലും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കൂടെ എനിക്കിഷ്ടമുള്ള ഒരു ഒരു കനേഡ ഒരു എവിടെയാണ് അദ്ദേഹത്തെ കെനിയക്കാരൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞ ചില വാക്യങ്ങൾ എന്നെ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഒന്ന് എഴുതിയിട്ടേക്കണേ. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുകയാണെങ്കിൽ സഫർ എന്നാണെങ്കിൽ ചെക്ക് ചെക്ക് യുവർ ഓഫറിങ്. Some people are always saying, I am tight. If you are tight, check your tithe. If you are tight, check your tithe. നിങ്ങൾ ടൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ടൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ടൈറ്റ് കൊടുത്തെങ്കിൽ ടൈറ്റ് മാറും. അബ്രഹാം സകലത്തിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. അപ്പൊ ഇനി ടൈറ്റ് എവിടെ കൊടുക്കണം? ടൈറ്റ് നിങ്ങളുടെ ആലയത്തിൽ കൊടുക്കണം. നിങ്ങൾ എവിടെ കൂടുന്നു അവിടെ കൊടുക്കണം. ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, അവിടെ കൊടുക്കണം. ചിലരുണ്ട് ഉഗാണ്ടയ്ക്ക് കൊടുക്കും, ഉക്രൈന് കൊടുക്കും, പക്ഷെ എവിടെ കൊടുക്കത്തില്ല? സഭയ്ക്ക് കൊടുക്കത്തില്ല. തെറ്റാണ്. ദശാംശം ആലയത്തിൽ കൊണ്ടുവരണം. സ്വമേധാദാനമുണ്ട്, മനഃപൂർവ്വദാനമുണ്ട്, അതെല്ലാം നമുക്ക് കൊടുക്കാം. പക്ഷേ വേദവസം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. അപ്പം ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇനി അടുത്തൊരു വാക്ക് ഞാൻ അന്നേരം കുറിച്ചിട്ടൊരു വാക്കുകളാണ്. അത് എനിക്കൊരു ഇഷ്ടമായിട്ട് തോന്നി. Giving is not God's way of raising money, but it is God's way of raising men. നമ്മൾ ഈ കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ വേ ഓഫ് റേസിംഗ് മണി, ബട്ട് ഇറ്റ്സ് ദ വേ ഓഫ് റേസിംഗ് മെൻ. നമ്മളെ ഉയർത്താനുള്ള ദൈവത്തിന്റെ വഴിയാണ് കർത്താവിന് വേണ്ടി കൊടുക്കുക. ഇനിയും when God lift you out, don't raise your standard of living, instead raise your standard of giving. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ ലിവിങ്, നമ്മൾ ഉയർച്ച വരുമ്പോൾ എന്താ ചെയ്യുക? ഇച്ചിരി നല്ലൊരു പെൻഷനോ ബോണസോ കിട്ടിയാൽ ഉടനെ പഴയ കാർപ്പറ്റ് മാറി പുതിയ കാർപ്പറ്റ്, പഴയ വണ്ടി മാറി പുതിയ വണ്ടി, എന്തെങ്കിലുമൊക്കെ റിനോവേഷൻ ഒക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ when God says, ബൈബിൾ says, അബ്രഹാം സകലത്തിന് ദശം. അപ്പൊ നമ്മൾ ഉയർത്തിയതിന്റെ തെളിവെന്താ? നമ്മൾ ഉയർത്തിപ്പെടുന്നത് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഗിവിങ് സ്റ്റാൻഡേർഡ് മാറണം. ഈ ഓഡിയലും ബെൻസിലും ഒക്കെ കൊണ്ടുവന്നിട്ട് 5 രൂപ സ്വത്രാച്ചി ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിരി വരും. അടുത്തിരിക്കുന്നവർ പറയും ഓഡിയലും ബെൻസിലും ഒക്കെ വന്നിട്ട് 5 രൂപ സ്വത്രാച്ചി. അപ്പൊ ബെൻസ് കരയും, എടാ എന്നെ ഇങ്ങനെ കളിയാക്കില്ല. അതേസമയം ഓട്ടോ പിടിച്ചിട്ട് വന്നിട്ട് ഉരുപ്പടിയാണ് പാവങ്ങൾ കൊണ്ട് തരുന്ന കണ്ണു നിറഞ്ഞു. When God lift you up, don't raise your, I'm not telling don't raise, but it's not to raise your standard of living, instead to raise our standard of giving. വന്നുകൊണ്ടിരിക്കും, മടിയില്ലാതെ കൊടുക്കണം, വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നമ്മുടെ ജോലി ഇത്രയേ ഉള്ളൂ. ഇനി ഞാനത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം, ഞാൻ നന്ദിയോട് പറയാം. ഞാനാണ് ഒരു ഒത്തിരി കാര്യങ്ങൾ നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ പാർസന്മാരുടെ സപ്പോർട്ട് അതേ ഇതേ ഇല്ല. എന്നാലും
എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസന്റെ ഭാര്യയുടെ കാലൊടിഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ചെന്ന് അറ്റൻഷൻ കിട്ടുമോ, കിട്ടാനുള്ള ശ്രമം നടത്തി. എന്നിട്ട് എന്നെ വൈഫ് വിളിച്ച് പറഞ്ഞു, അച്ഛാ കൊച്ചു പെണ്ണാവള്, ഒരു കാര്യം ചെയ്യട്ടെ, അവിടെ വരെ ചെല്ലുമല്ലേ, നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കയറ്റ, അവിടെ നല്ലൊരു ഓർത്തോ ഉണ്ടെന്ന് ആരോ പറയുന്നു. അവരും ഇങ്ങനെ ചോദിക്കുന്നു എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് കൊച്ചെ, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവദാസന് ഒരു കാലൊടിഞ്ഞപ്പം ആശുപത്രി കൊണ്ടുപോകാൻ ധൈര്യം കൊടുത്തില്ല. പിന്നെ നമ്മൾ ലീഡറാണെന്നും പറയരുത്. നമ്മൾ വേറെ വല്ലതൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ടേക്ക് ദ റിസ്ക്. നീ ധൈര്യമായിട്ട് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ. ധൈര്യമായിട്ട് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ ബില്ല് വന്നു, 1,00,000 രൂപ എൻ്റെ അടുത്തായി. എന്നെ തേണ്ട കുറച്ചവർ അടച്ചു. ഇനി 80 ഉണ്ട്. എങ്ങാണ്ട് ആരാണ്ട് ഇച്ചിരി കൊടുത്തു. ബാക്കി പൈസ ഒരു 50 ഉണ്ടെങ്കിൽ ഇപ്പൊ അടയ്ക്കാന്ന് പറയും. ഷായിച്ചാൻ ഒരു കാര്യമില്ല, എന്നെ വിളിച്ച് പറഞ്ഞ് താണ്ട് 50 രൂപ അവിടെ ഇരിപ്പുണ്ട്. ആ 50 രൂപ അത്തുപോലെടുത്ത് ഞാൻ ആശുപത്രി അടച്ചിട്ട് അവരെ ഇറക്കിക്കൊണ്ട് വന്നു. ഞാൻ കൊടുത്തതിന്റെ പേര് പറയില്ല, കൊടുത്ത ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ പൈസ ഇങ്ങനെ വന്നിട്ട് പൈസ ഇങ്ങനെ പൊക്കുകൊണ്ടിരുന്നാൽ നമ്മൾ റിച്ച് ആകും. എന്താണെന്നറിയാമോ? ട്രാൻസാക്ഷനാണ്. Whenever God raise up, it is not to raise our living standard of living, but to raise our standard of giving. ദൈവത്തിന് അങ്ങനെ കൈകളിലൂടെ കയറി ഇറങ്ങി പൊക്കോണ്ടിരുന്ന എന്തോ ഒരു അനുഗ്രഹമായിരിക്കുന്നറിയാം. എൻ്റെ കൂടെ ഒരു സഹോദരൻ ജിബിനുണ്ട്, ജിബിൻ പൂക്കാല. അവനിങ്ങനെ കല്യാണം കഴിഞ്ഞെങ്കിലും അപ്പൻ്റെ സപ്പോർട്ട് നിൽക്കുന്ന ഒരു കൊച്ചൻ, നല്ല പയ്യനാ, എനിക്കവനെ ഇഷ്ടമാണ്, ജെന്യുവിൻ പേഴ്സൺ. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പബ്ലിഷൻ കൂട്ടായ്മ ഞങ്ങളൊക്കെ ചെന്ന് ഇങ്ങനെ കൂടി തുടങ്ങുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ച് മാറ്റി എടുത്ത് പറഞ്ഞിട്ടാ, കൊച്ചനെ, ഞാൻ നിന്നെ കൊണ്ടൊരു തീരുമാനം എടുക്കും. ഇപ്പൊ നീ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ നിന്റെ ജീവിതം മാറും. ഒറ്റ രൂപ ഇനി അപ്പൻ്റെ ഇത് മേടിക്കരുത്. അപ്പൊ അച്ഛാ പിന്നെ രാവിലെ പൊട്ടു പഠിക്കുന്ന എങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞു, അത് ദൈവം തരും, പക്ഷെ തീരുമാനിക്കാമെങ്കിൽ ഇപ്പൊ നിന്റെ അവസ്ഥ മാറും. ഞാൻ അവനെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചു, അത്രയും മാത്രമേ ചെയ്തോളൂ. പക്ഷെ ഇന്ന് അവൻ എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അച്ഛാ, ആ തീരുമാനം എടുത്തുകൊണ്ട് അപ്പൻ്റെ ഇത് മേടിച്ചില്ലെന്ന് മാത്രമല്ല, അപ്പന് വല്ലപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ എൻ്റെ കയ്യിൽ കൂടെ കയറി ഇറങ്ങി ദൈവമൊക്കെ പോയി. മിച്ചമൊന്നും ഇല്ലെങ്കിൽ വന്നിങ്ങനെ പോവും. എന്തൊരു ഹാപ്പി ആയിരിക്കും എന്നറിയാം. വരിക, പോവാ, എന്നിട്ട് സമാധാനത്തോടെ കിടന്നങ്ങോട്ട് ഉറങ്ങണം. അത് ഭയങ്കര സന്തോഷമാണ് പ്രിയരെ. അത് ഭയങ്കര ടെസ്റ്റ് വരും. ഞാനത് പബ്ലിക്കിൽ പറഞ്ഞത്, ഞാൻ അങ്ങനെ വലിയ കൊടുക്കക്കാരനാണെന്നും പറയാല്ല കേട്ടോ, അങ്ങനൊന്നും അല്ല. ഞാനും എൻ്റെതായ സ്വാർത്ഥകളൊക്കെ ഉള്ളത്. എന്നാൽ ചില സമയത്തൊരു ക്രൂവൽ ധൈര്യം കിട്ടും. അത് നമ്മൾ ചിലപ്പോൾ ആയുമ്പം നമ്മുടെ സഹോദരിമാരെ നമ്മളെ മുറുക്കുന്നു, അവരും മുറുക്കുമ്പോൾ നമ്മളായി. അത് നല്ല രസമാണ്, ഇതാരും കോംപ്ലിമെന്റിങ്. ഒരു രാത്രി ഞാൻ ഇട്ടിപ്പാറ നിൽക്കുകയാണ്. അപ്പൊ എന്നെ ഒരു കുറേ നേരം കൊണ്ട് അവരെ ഫോൺ ചെയ്തു. അപ്പോൾ ഒരു അമ്മച്ചി എന്നെ വിളിക്കുകയാണെന്ന് പറഞ്ഞാണ്. ഒരു അമ്മച്ചിയുടെ വണ്ടി ഓടിക്കുന്ന ഒരു അമ്മച്ചിയുടെ കാര്യസ്ഥനായ ഒരു നല്ല സഹോദരൻ. ആ സഹോദരൻ എന്നെ അറിയാം. അപ്പൊ ഈ അമ്മച്ചി ആരും അറിയാതെ കുറെ ഒരു ബഞ്ച് ഓഫ് മണി, ഒരു 1,50,000 രൂപ, അത് 1,00,000 കൊടുത്തിട്ട് പറഞ്ഞു, പ്രിൻസ് മാസ്റ്റർ കൈ കൊണ്ട് കൊടുക്കുക, അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെലവാക്കട്ടെ, പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് ഞാൻ ഏൽപ്പിക്കാന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. 1,00,000 നമ്മളങ്ങനെ അട്ടപ്പെട്ട് കിടക്കുന്ന ഒരു സമയത്താണ് ഇതെങ്ങനെ 1,00,000 രൂപയോ, അന്നേരം 1,000 കാര്യം ഞാൻ മനസ്സിൽ കണ്ട, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ഇത് കിടക്കണം. അപ്പൊ ഞാൻ വലിയൊരു സന്തോഷത്തോടെ എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, ഇടീ നീ അറിഞ്ഞോ, നമുക്ക് ആരാന്ന് പോലും അറിയാത്ത ഒരു അമ്മച്ചി എൻ്റെ കയ്യിൽ ഇന്നാലെ ഒരാളുടെ കൈവശം 1,00,000 രൂപ കൊണ്ട തന്നിട്ടുണ്ട്. ഞാൻ ഇറ്റപ്പറയ്ക്ക് മേടിക്കും. ഞാൻ ദൈവത്തിന് സ്വത്രമൊക്കെ ചെയ്ത സന്തോഷത്തിൽ എൻ്റെ ഭാര്യ വിളിച്ചു. ഞാനടുത്ത് അവള് പറയും, അവിടുത്തെ കടം കൊടുക്കുക, ഇവിടുത്തെ കാര്യം ചെയ്യണം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവളിനെ തിരിച്ചു പറഞ്ഞു, ആ പൈസ നമുക്കുള്ളതല്ല, ആ പൈസയുമായിട്ട് വീട്ടിൽ കയറിയതല്ല, ഇന്നർക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നാൽ മതി. പൈസയുമായിട്ട് വീട്ടിൽ കയറി നിർബന്ധിതവർ, കർശന ഓർഡറൊക്കെ ചിലപ്പം തരും. നല്ല മൂടാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ 1,00,000 രൂപ അതുപോലെ കൊണ്ടൊരു ദൈവദാസന്റെ മോളെ കെട്ടിക്കാൻ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ കിടന്നപ്പം കൂർക്കം വലിച്ച് ഉറങ്ങും. കിടന്നതേ അറിഞ്ഞുള്ളൂ, എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് പോലും അറിയത്തില്ല. എന്തോ സുഖം എന്നറിയാം. ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ തെറ്റിദ്ധരിക്കല്, ഞാൻ വലിയ കൊടുക്കക്കാരൻ അങ്ങനൊന്നും അല്ല. നമ്മുടേതായ പരിമിതികളും സ്വാർത്ഥതകളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യൻ. എന്നാലും ചില സമയത്ത് ഒരു ഭയങ്കര ധൈര്യം കിട്ടും, ഒരു ക്രൂവൽ കറേജ് കിട്ടും. അന്നൊക്കെ കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമുക്ക് കിട്ടുമ്പോഴല്ല സന്തോഷം, കൊടുക്കുമ്പോഴാണ് സന്തോഷം. കിട്ടുമ്പോഴേക്കാട്ടും സന്തോഷം കൊടുക്കുമ്പോഴല്ലേ. കിട്ടുമ്പോൾ നമുക്കൊരു പ്ലഷറൊക്കെ ഉണ്ടാവും, പക്ഷെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോലിയുണ്ട്. ആ കൊടുക്കുമ്പോൾ അവർക്കത് പ്രയോജനപ്പെടുമ്പോൾ, അവരുടെ കണ്ണ് നിറയുമ്പോൾ, കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ വന്ന് കിടക്കുമ്പോൾ ഒരു ഉറക്കമുണ്ട്, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഉറക്കം. അപ്പോൾ അബ്രഹാം സകലത്തിൽ ദശാംശം കൊടുത്തു. ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു?
സകലത്തിലും അനുഗ്രഹിച്ചു. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പം നമുക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്താം, സമയം നിങ്ങളുടെ പോകുന്നു തോന്നും. അപ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നമ്മളാരും, പക്ഷെ ഇതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ, ഞാൻ ഇതിനെക്കുറിച്ച് പറയത്തില്ല. പക്ഷെ എന്നോട് കർത്താവിന്റെ ആത്മാവ് എന്നെ ദൈവദാസനോട് പഠിപ്പിച്ചു, യു ഹാവ് ടു ടീച്ച്, യു ഹാവ് ടു പ്രീച്ച്, then only you will be blessed, then only our congregation will be blessed. ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. If you are suffering, check your offering. If you are tight, check your tithe. When God lift you up, not raise your standard of living, but raise your standard of giving. അബ്രഹാം സകലത്തിലും ദശാംശം. അപ്പൊ ദശാംശം കൊടുക്കണം. 100% ദശാംശം നിങ്ങളുടെ പ്രാദേശിക സഭയിൽ കൊടുക്കണം, നിങ്ങളുടെ ആലയത്തിൽ കൊടുക്കണം. ഞാൻ ദൈവദാസനാണ്. എന്നോട് പലരും പറയാറുണ്ട്, പക്ഷേ ഞാൻ പൗരുഷാണെങ്കിലും പറയും, ദശാംശമായിട്ട് നിങ്ങൾ പൗരുഷോട്ട് വരല്ലേ. ദൈവദാസനെ ഓർക്കണം, അതാണ് അതിൻ്റെ രീതി. പിന്നെ പൗരുഷനോട് ബന്ധത്തിൽ ഇത് കൂട്ടായ്മ കാണിക്കാൻ ദൈവം ഒരു പ്രേരണ തരും. കാണാം, അൽപ്പുറദാനം, സ്വമേധദാനം, അതൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സഭയെ മറക്കരുത്, നിങ്ങളുടെ ദൈവദാസനെ മറക്കരുത്. അപ്പം അവിടെയാണ് നമ്മുടെ ദൈവാനുഗ്രഹം വരിക. ഞങ്ങൾക്കൊരു തമ്പിച്ചാനുണ്ട്. തമ്പിച്ചാൻ എന്ന് പറഞ്ഞാൽ, തമ്പിച്ചാൻ്റെ മോനെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പാർ അറിയാമായിരിക്കും. സാമ്പാർ അച്ചാൻ ഇപ്പോൾ ഒരു 80 വയസ്സെടുക്കാറായി. 1-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഷർട്ടും മുണ്ടും എടുത്ത് ഇപ്പോഴും റിട്ടയർഡായി മുറ്റത്തിരിക്കും. എന്നെ കിട്ടിയില്ലെങ്കിൽ ബ്ലസ്സി ആണെങ്കിൽ ചെന്നിരിക്കണം, അല്ലാതെ മനുഷ്യൻ കിടക്കത്തില്ല, വയലന്റ് ആവും. എന്നറിയാമോ? ബാങ്കിൽ പോയി അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന പെൻഷന്റെ പണ്ട് ശമ്പളമായിരുന്നു, ഇപ്പം പെൻഷനാണ്. ഇപ്പം 4550 രൂപ ആണെങ്കിൽ അതിൻ്റെ കൃത്യം ചില്ലറ ഉൾപ്പെടെ പൊതിഞ്ഞ് കെട്ടി അവിടെ ഇങ്ങനെ വെച്ചിരിക്കും. അത് കൊടുക്കാതെ മനുഷ്യൻ ഉറങ്ങത്തില്ല. 45-50 വർഷമാകുന്ന ഡയബറ്റിക് തുടങ്ങി. അപ്പൊ അങ്ങനെ ചാകലെന്ന് ഞാൻ പ്രാർത്ഥിക്കും, സത്യമായിട്ടും പ്രാർത്ഥിക്കും. കാരണം അങ്ങനെ ചത്താൽ പിന്നെ ഈ ടൈറ്റ് കിട്ടത്തില്ല. അത് സത്യം. അങ്ങനെ ചത്തു കഴിഞ്ഞാൽ പിന്നെ മമ്മയുടെ തരും പിള്ളേരുടെ കാലത്ത് അത് കിട്ടണമെന്ന്. അപ്പൊ ഞാൻ സത്യത്തിൽ ഇത് മേടിച്ചിട്ട് പ്ലസ് വന്ന് കരയും. പൈസയുടെ വലിപ്പം കൊണ്ടൊന്നും അല്ല, ഒരു പക്ഷെ അതിലൊക്കെ എത്രയോ കൂടുതൽ പൈസയൊക്കെ കൈ കൂടെ വരുന്നു പോകുന്നു, അതല്ല. എന്നാലും മനുഷ്യന്റെ സ്നേഹമുണ്ട്. 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ കവറിലിട്ട് ഇങ്ങനെ വിറച്ചോണ്ട് ഷർട്ടും മുണ്ടും ഇട്ട് ഇങ്ങനെ വേഴാമ്പല് പോലെ വരുന്നോ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ. അത് പ്രിൻസിപ്പിളാണ്. എന്നോട് പറഞ്ഞു, ഓർത്തഡോക്സ് സഭയിൽ ഇരിക്കുമ്പോൾ 1000 രൂപ ശമ്പളം മേടിക്കുമ്പോൾ ഏതോ ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അന്ന് പള്ളിയിൽ 100 രൂപ കൊടുക്കാൻ തുടങ്ങിയ അത് പിന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. പ്രിൻസിപ്പിൾ gives us joy, ഇവിടെയും അവിടെയും. അപ്പൊ ഈ മൽക്കീസദേക്ക് ദശാംശം കൊടുത്തു. അതുകൊണ്ടാണ് എബ്രാഹിം അത് പറയുന്ന ഒരു കാര്യമുണ്ട്, മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. ആരെ? അബ്രഹാം. അപ്പൊ ലേവിയും കൊടുത്തല്ലോ. ലേവി ജനിച്ചിട്ടില്ല. ലേവി പിന്നെ എവിടെ വരിക? യാക്കോബിന്റെ മക്കളാണ്. അപ്പൊ ലേവിയും കൊടുത്തല്ലോ. ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. അപ്പൊ 4 അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ലേവി 4 തലമുറ കഴിഞ്ഞുള്ള തലമുറ കൂടെ നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണെന്നാണ്. കൊടുക്കാൻ തയ്യാറായ ഞാന് ഒരിക്കൽ വലിയൊരു സങ്കടം ഉണ്ടായി. ആ സങ്കടം എന്ന് പറയുന്നത് 2002 എൻ്റെ ഓർമ്മ. ഞങ്ങളുടെ ചർച്ച ഇങ്ങനെ പണിയാനായിട്ട് തുടങ്ങാം. അപ്പൊ എൻ്റെ അപ്പ അന്ന് ദോഹയ്ക്ക് പോയി, ഖത്തറിന്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ കിട്ടുന്ന എന്തെങ്കിലും കിട്ടിയാൽ ഒന്നും അയച്ചു തരത്തില്ല, ആ കിട്ടുന്ന എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് ചർച്ചിന്റെ പണി ആരംഭിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിട്ടുന്നതൊക്കെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വന്നപ്പോൾ ഇവിടെ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുകയാണ്. 21 ദിവസം ഉപവാസം. എല്ലാ ദിവസവും ഉപവാസന്മാർ വരും. രാവിലെ വണ്ടി ഓടണം, ഭയങ്കര ചിലവാണ്. അപ്പൊ എന്നെ രാവിലെ പിള്ളേർ വന്ന് പറഞ്ഞ, അച്ഛാ ജീപ്പ് എടുക്കണം, ഡീസൽ അടിക്കണം. ഡീസൽ അടിക്കാൻ പൈസയില്ല. ഞാനുള്ള മേശ എല്ലാം കൂടെ തപ്പിത്തൂത്തു. നമുക്ക് ചിലപ്പോൾ അറിയാമല്ലോ, ഈ നമ്മുടെ ബെഡിന്റെയും മേശയുടെയും അവിടെ എല്ലാം കൂടെ തപ്പിയാൽ നമുക്ക് കുറച്ച് ചില്ലറയും 10-100 രൂപ കിട്ടും. അതൊക്കെ നമ്മുടെ വീടുകളുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാം കൂടെ തപ്പി പരതിയപ്പോൾ എനിക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടി. ഇതെല്ലാം കൂടെ തൂത്ത് വർക്ക് ഡീസൽ അടിക്കാൻ കൊടുത്തു കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ധർമ്മക്കാരൻ വന്നിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ തങ്കോയിന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചി പറഞ്ഞു, ഇവിടെ ആരുമില്ല മനുഷ്യരെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അയാൾ അവിടെ നിന്നുകൊണ്ട് പ്രാകാൻ തുടങ്ങി.
ഇരിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ തുള്ളും. ഒരു ധർമ്മക്കാരന് 10 പൈസ കൊടുക്കത്തില്ല. മുറ്റത്തിൽ നിന്ന് പണ്ട് പറയും, സത്യത്തിൽ 50 പൈസ അവിടെ തപ്പിയാൽ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട കൊടുത്തന്നെ. അന്നേരം ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ഈ ധർമ്മക്കാരൻ അതെല്ലാം പറഞ്ഞിട്ട് പോയി. ഞാൻ മുറിക്കകത്ത് കയറി തമ്പുരാനോട് പദം പറഞ്ഞു. 2002 ദൈവമേ, ധർമ്മക്കാരൻ എന്നെ ചീത്ത വിളിച്ചു, എനിക്ക് സഹിക്കാൻ ഒക്കത്തില്ല, എന്നാൽ ഞാൻ കൊടുക്കത്തില്ല. എനിക്ക് ധർമ്മക്കാരൻ ചീത്തയൊന്നും കേൾക്കാൻ ഒക്കത്തില്ല. ഇതെന്തിനാണ് പാടാ, എന്നെ കൊണ്ട് ഈ പരിപാടി നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പദം പറയാം. പദം പറഞ്ഞ് ഞാനൊരു ആത്മവിവേശതയിലേക്ക് പോയി. വളരെ റയറായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. ആ ആത്മവിവേശതയിൽ ഞാനൊരു ദർശനം കാണുകയാണ്. ഒരു കൊച്ചി ചെറുക്കൻ, നല്ല തടിമാട കുട്ടപ്പൻ, അത് ഞാനാണ്. നല്ല ഗുണ്ടുമണിയായിരുന്നു ഞാൻ കൊച്ചില്. ഒരു ബെന്നി നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ചെറുക്കൻ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു ഉപദേശി യോഗം കഴിഞ്ഞ് പോകുമ്പോൾ കൊടുക്കാൻ പൈസയൊന്നുമില്ല. ഞാൻ ഈ ദർശനം ഇതിന്റെ ഓർമ്മ എവിടെയോ കിടപ്പുണ്ട്, അതിനെ കർത്താവ് ഓർമ്മിപ്പിക്കുക. അപ്പൊ ഞങ്ങളുടെ അപ്പച്ചൻ മേശയുടെ ഇങ്ങനെ തുറന്നപ്പോൾ, ആ മേശ ഇപ്പോഴും ഉണ്ട്, ആ കള്ളിയിറക്കകത്ത് 2 രൂപ കീറിയ കിടപ്പുണ്ട്. അതെടുത്തിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു, മോൻ ഇത് കൊണ്ട് അപ്പച്ചൻ്റെ കൊടുക്കണം. ഞാൻ കൊടുത്താൽ മോശ, മോൻ്റെ അമ്മ കൊടുത്തേക്കാം. അപ്പൊ 2 രൂപ മതി, പുള്ളിക്ക് വീട്ടിൽ വണ്ടിക്കൂലിയല്ല. ഈ അപ്പച്ചനങ്ങ് നടന്നുപോയി. ഞാൻ ഈ അപ്പച്ചൻ്റെ പുറകെ മുമ്പോട്ട് പോയിട്ട് അപ്പച്ചാന്ന് പറഞ്ഞു ചെന്നപ്പോ ഈ അപ്പച്ചൻ ഇങ്ങനെ കാലം കൂടെയൊക്കെ പിടിച്ച് പോയാ. ഞാൻ ഈ അപ്പച്ചൻ്റെ കൈ കൊണ്ട് ഈ 2 രൂപ കൊടുത്തു. അത് ഞാൻ ദർശനത്തിൽ ദൈവം എന്നെ കാണിക്കുക, ഒരു സിനിമയെ കാണുന്ന പോലെ. ആ അപ്പച്ചൻ കുടയൊക്കെ മടക്കി എന്നെ കയറി കെട്ടിപ്പിടിച്ചിട്ട് ആ നടോടി നിന്നുകൊണ്ട് വലിയവായി കരഞ്ഞു. എന്നിട്ട് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഇവന്റെ കാലത്ത് ഈ ബുദ്ധിമുട്ട് മാറ്റണേ, ഇവന്റെ കാലത്ത് ഈ ബുദ്ധിമുട്ട് മാറ്റണേ. അങ്ങനെ എന്നെ അനുഗ്രഹിച്ചിട്ട് ഈ 2 രൂപ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പറയല്ല, വസ്തുവൊക്കെ വിറ്റ് എത്രയോ പേര് എൻ്റെ കൈ കൊണ്ട് പാസ്റ്റർ ഇഷ്ടത്തിൽ മനസ്സോടെ, ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല, പാസ്റ്ററുടെ ദൈവാത്മ പറയുന്ന പോലെ ചെയ്തെന്നൊക്കെ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്കറിയാം, അപ്പോഴെല്ലാം ഞാൻ ഓർക്കും, ഒരു കീറിയ 2 രൂപ നോട്ട് ഒരു കൊടുക്കുന്ന ഒരു ഉദ്ദേശം. അബ്രഹാം സകലത്തിനും ദശാംശം 24:1 സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. It's a very simple principles. ദൈവമായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു പ്രിൻസിപ്പിൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വിജയമാകുവാൻ, ഒരു ജീവിതചര്യയാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങളിലേക്ക് ആ കൾച്ചർ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഒരിക്കലും സമ്പത്തിന്റെ പേര് വഴക്കുണ്ടാക്കാൻ ഇടയാക്കരുത്. എന്നാൽ കർത്താവേ, അത് ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്ന നിലവാരത്തിൽ ശത്രുക്കളെ സ്നേഹിപ്പാൻ, പണം വിനിമയം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഒരിക്കലും നഗ്നത വെളിപ്പെടുത്തുന്നവരായിട്ടില്ല, കവർ ചെയ്യുന്നവരായിരിക്കാൻ സഹായിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഭാവനുണ്ടാകരുത്, കൺഫ്യൂഷൻസ് ഉണ്ടാകരുത്. പകരം സിയോന്റെ യെരൂശലേമിന്റെ സന്തോഷം തരണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളപ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ എത്തിയിരുന്നു. God bless you. Thank you.